السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ പ്രശസ്തമായ ഗ്രന്ഥം അൽ അദബുൽ മുഫ്റദ്, അതിലെ സ്വഹീഹായ ഹദീസുകൾ ഇമാം അൽബാനി റഹിമഹുള്ള ക്രോഡീകരിച്ച കിതാബാണ് നാം വായിക്കുന്നത്. അതിലടുത്ത ബാബു ലാ യസ്തഗ്ഫിറു ലി അബീഹി അൽ മുശ്രിക്. ഒരാൾ മുശ്രിക്കായ അവൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. ഈ ബാബിലെ ഹദീസ് عن ابن عباس رضي الله عنهما في قوله عز وجل إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف إلى قوله كما ربياني صغيرا. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർശനമെല്ലാം സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇസ്റാഇന്റെ 23-24 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമ, ബാധ്യത, അതിനെപ്പറ്റി പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഈ ആയത്തിനെ നസ്ഖ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലുള്ള വിധിയെ നസ്ഖ് ചെയ്തിട്ടുണ്ട് സൂറത്തു തൗബയിലെ ആയത്തുകൊണ്ട്. സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്തുകൊണ്ട്. അതേതാണ്? ഒരു നബിക്കോ ഒരു മുഅ്മിനിനോ സത്യവിശ്വാസിക്കോ പാടുള്ളതല്ല അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവർക്ക് പാടില്ല. അതവന്റെ അടുത്ത കുടുംബമാണെങ്കിലും അവർ നരകാവകാശികളാണ് അഥവാ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടവരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടുണ്ടെങ്കിൽ, പിന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. ഇതാണ് ഹദീസ്. അതായത് കഴിഞ്ഞ ഹദീസുകളിൽ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇസ്റാഇന്റെ 23-24 ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ. നിന്റെ അടുക്കൽ മാതാപിതാക്കളിൽ രണ്ടുപേരോ ഒരാളോ പ്രായാധിക്യത്തിൽ എത്തിച്ചേർന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവരോട് നീ മുഖം കറുപ്പിച്ചിട്ടുള്ള ഏറ്റവും ചെറിയൊരു വാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമാ. അവരെ ആട്ടിയകറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അവരോട് മാന്യമായ വാക്ക് പറയണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിന റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് കാരുണ്യം കാണിക്കണമേ, ഞങ്ങളോട് ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചതുപോലെ അവരോട് കാരുണ്യം കാണിക്കണമേ എന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിന്റെ വിധിയെ നമ്മൾ നേരത്തെ പാരായണം ചെയ്ത സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്ത് കൊണ്ട് നസ്ഖ് ചെയ്തിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലെ ഇറങ്ങിയിട്ടുള്ള ആയത്തിലുള്ള ഏതെങ്കിലും ആയത്തിലുള്ള ഒരു വിധിയെ മറ്റൊരു ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിയെ ഇല്ലാതാക്കും. ഖുർആനിലെ ആയത്ത് ഉണ്ടാവും, പാരായണം ചെയ്യുന്ന ആയത്ത് അവിടെ ഉണ്ടാകും, പക്ഷെ അതിന്റെ വിധിയെ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ പറയാനുള്ള കാരണം എന്താ? അപ്പൊ വിധിയെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ട, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട എന്നാണോ? അല്ല. കഴിഞ്ഞ സൂറത്തുൽ ഇസ്റാഇന്റെ ആയത്തിൽ പൊതുവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പൊതുവായിട്ട് ദുആ ചെയ്യണം, അവർക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ സൂറത്ത് തൗബയുടെ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചു, നബിക്കോ മുഅ്മിനീങ്ങൾക്കോ അവരുടെ അടുത്ത കുടുംബമായി ആരാണെങ്കിലും അവർ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടവരാണെങ്കിൽ, മുശ്രിക്കീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി പിന്നെ ഇസ്തിഗ്ഫാറിനോ റഹ്മത്തിനോ വേണ്ടി തേടാൻ പാടില്ല.
മുശ്രിക്കായിട്ടുള്ള ഉപ്പയും ഉമ്മയുമാണെങ്കിലും അവർ മരണപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൽ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടില്ല. ഒരു മുഅ്മിനിനും പാടില്ലാത്ത കാര്യമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല അത് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ തന്റെ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് പറഞ്ഞത് പിന്നീട് അല്ലാഹു തആല അത് തിരുത്തുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുശ്രിക്കായിട്ടാണ് മരണപ്പെടുന്നത് എന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസോട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കായിട്ടുള്ള ഉപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഉപ്പയുമ്മയും മാത്രമല്ല, സഹോദരന്മാരാവട്ടെ, അയൽവാസികളാവട്ടെ, കൂട്ടുകാരാവട്ടെ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പ്രാർത്ഥിക്കാൻ പാടില്ല ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടവർ. അടുത്ത ബാബു ബിർറിൽ വാലിദിൽ മുശ്രിക്. മുശ്രിക്കായ ഒരു പിതാവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അഥവാ അവർ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ്, അവർ മുശ്രിക്കീങ്ങളാണ്, അവരോട് ജീവിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള പുണ്യം, ദുനിയവിയായിട്ടുള്ള പുണ്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ ഹദീസ് അൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നസലത് ഫിയ അർബഉ ആയാതിൻ മിൻ കിതാബില്ലാഹി തആല. എന്റെ വിഷയത്തിൽ, എന്റെ കാര്യത്തിൽ 4 ആയത്തുകൾ അല്ലാഹുവിന്റെ കിതാബിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഓരോന്ന് പറയാണ്. كانت أمي حلفت ألا تأكل ولا تشرب حتى أفارق محمد صلى الله عليه وسلم. എൻ്റെ ഉമ്മ സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ അഥവാ സഅദ് ഇബ്നു അബി വഖാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ നിന്ന് മാറാതെ, ഇസ്ലാമിൽ നിന്ന് മാറാതെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയില്ല എന്ന്. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, ആ സമയത്താണ് അല്ലാഹു ആയത്ത് ഇറക്കിയത്, സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ ആയത്ത്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ആ വിഷയത്തിൽ ഇറങ്ങിയതാണ്, നിന്റെ മാതാപിതാക്കൾ ഒരു അറിവുമില്ലാതെ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാൻ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരെ നീ അനുസരിക്കരുത്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിനോട് കൽപ്പിക്കുകയാണെങ്കിൽ അവരെ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നീ ഇടപഴകണം എന്നുള്ള ആയത്ത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, എന്റെ വിഷയത്തിൽ 4 ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് വസാനിയതു ഇന്നി കുൻതു അഖദ്തു സൈഫൻ അഅജബനി. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ ഗനീമത്ത് സ്വത്തുക്കളിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു വാൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എടുത്തുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബ്ലി ഹാദാ, ഇതെനിക്ക് നൽകണം, ഇതെനിക്കൊരു സമ്മാനമായിട്ട് ഇതെനിക്ക് നൽകണം എന്ന് പറഞ്ഞു. ഹാദാ ഫനസലത്, അവിടെയാണ് ആയത്ത് ഇറങ്ങിയത്, യസ്അലൂനക അനിൽ അൻഫാൽ, യുദ്ധമുതലിനെ പറ്റി നിന്നോട് ഇതാ ചോദിക്കുന്നു എന്നുള്ള സൂറത്തുൽ അൻഫാലിൽ യുദ്ധമുതൽ എങ്ങനെയൊക്കെയാണ് വീതിക്കേണ്ടത്, അത് 5 ആയി വീതിക്കുമ്പോൾ അത് ഓരോന്നും ആർക്കുള്ളതാണ്, ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. വസാലിസ്, മൂന്നാമത്തേത്, ഇന്നി മരിദ്തു ഫഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിക്കും എന്ന് ഉറപ്പായി തോന്നിയ അസുഖം ബാധിച്ചിരുന്നു. അതേ പറയാൻ എനിക്ക് രോഗം ബാധിച്ചു. ഫഖുൽതു യാ റസൂലല്ലാഹ്, എന്നിട്ട് അപ്പോൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു അൻ ഉഖ്സിമ മാലി, ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സമ്പത്ത് വീതിക്കണമെന്ന്. അതായത് അദ്ദേഹത്തിന് കുറെ സമ്പത്തുണ്ട്, അപ്പോൾ ആ സമ്പത്ത് കുറച്ച് പിന്നെ വസിയത്ത് ചെയ്ത് സാധുക്കൾക്ക് നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അഫഊസി ബിന്നിസ്ഫ്, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ആളുകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി പറയട്ടെ എന്ന് ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഫഖുൽതു അസ്ദുലുസ്, 1/3 കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഫസകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. ഫകാന തുൽസു ബഅദഹു ജായിസൻ, അതിനുശേഷം ആ 1/3 അനുവദനീയമായിട്ടുണ്ട്. അത് അനുവദനീയമായിക്കൊണ്ട് ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. നാലാമത്തെ കാര്യം, ഇന്നി ശരീബത്തുൽ ഖംറ മഅ ഖൗമി മിനൽ അൻസാർ, ഞാൻ അൻസാരികളായ ആളുകളോടൊപ്പം മദ്യപിക്കാറുണ്ടായിരുന്നു, അഥവാ മദ്യം ഹറാമാണെന്ന് ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ്. ഫളറബ റജുലുൻ മിൻഹും അൻഫി ബിലഹ്യി ജമൽ, അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ട സമയത്ത് മറ്റൊരാൾ, ഒപ്പമുണ്ടായിരുന്ന ആൾ
ഒട്ടകത്തിന്റെ താടി എന്നുകൊണ്ട് എന്റെ മൂക്കിൽ അടിച്ചു. ഫഅൻസലല്ലാഹു അസ്സ വജല്ല തഹ്രീമൽ ഖംർ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മദ്യത്തെ വിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങി. മദ്യത്തെ വിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറക്കി എന്ന് പറഞ്ഞു. ഇവിടെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ദീനിൽ നിയമമായി അല്ലാഹു പഠിപ്പിച്ച ഖുർആനിലെ ആയത്ത് ഇറക്കിയ 4 കാര്യങ്ങൾ പറയാണ്. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നാമത്തേതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയും ചെയ്തു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവരങ്ങനെ ചെയ്തത് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന ഖുർആനിലെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മ എന്ത് ചെയ്താണ്? ഉമ്മ മുശ്രിക്കാണ്. ഉമ്മ എന്ത് പറഞ്ഞതാണ്? മോനെ, നിന്നോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ. ഇതാ നിന്റെ ഉമ്മ പറയാണ് നീ എന്ത് ചെയ്യണം? ഇസ്ലാം എന്ന് പോരണം. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന വിഷയത്തിൽ, ദീനിനെതിരായിട്ടുള്ള വിഷയത്തിൽ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ അവിടെ എന്തില്ല? അനുസരണല്ല, അവർക്ക് അനുസരണല്ല. പക്ഷേ അവർ മുശ്രിക്കാണെങ്കിലും ദുനിയവിയായിട്ടുള്ള വിഷയങ്ങളിൽ, ദുനിയവിയായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ അവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുക ആ രീതിയിൽ അവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. ഇതിനോടൊപ്പം പറഞ്ഞ മറ്റു 2 വിഷയങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് യുദ്ധസ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത്. എങ്ങനെയാണ് യുദ്ധസ്വത്ത് വീതിക്കേണ്ടത് എന്നുള്ള ആയത്ത് ഇറങ്ങാനുള്ള കാരണം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരു വാൾ എടുത്തപ്പോഴാണ്. മൂന്നാമത്തേത് അനന്തരാവകാശ നിയമങ്ങളിൽ വരുന്ന ഒരു നിയമമായിട്ട്, അഥവാ അദ്ദേഹം മരണം ഉറപ്പിച്ചു എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം പ്രതിഫലം കിട്ടാൻ, അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ തന്റെ സമ്പത്തിന്റെ പകുതിയോളം ദാനധർമ്മം ചെയ്യാൻ, സ്വതക ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1/3 ചെയ്യാൻ മൗനത്തോടുകൂടി സമ്മതിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദീനിൽ 1/3 കൂടുതൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? മരണസമയത്ത് വസിയത്തായിട്ട് നൽകാൻ പാടില്ല. 1/1 ഒരു പരിധി എന്നുള്ളത്. ബാക്കി അവരുടെ അനന്തരാവകാശികൾക്ക് വീതിച്ചെടുക്കാനുള്ളതാണ്. നാലാമത്തേത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദ്യം വിരോധിക്കുന്നതിന് മുമ്പ് അൻസാരികളായ ആളുകളോടൊപ്പം മദ്യപിക്കാറുണ്ടായിരുന്നു. ഒരു സമയത്ത് മദ്യപിക്കുമ്പോൾ അവർ ഒട്ടകത്തിന്റെ മുഖത്തിന്റെ മാംസങ്ങൾ വേവിച്ച എല്ല് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ലക്ക് കെട്ട വേറൊരാൾ ആ ഒട്ടകത്തിന്റെ താടിയെല്ലെടുത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മൂക്കിനടിച്ചു. അങ്ങനെ രക്തം വാർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. ഇത് പറഞ്ഞപ്പോഴാണ് സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും അതുപോലെ ചൂതാട്ടവും പോലുള്ള കാര്യങ്ങൾ പിശാചിന്റെ പ്രവർത്തനമാണ് എന്നുള്ള ആയത്ത് ഇറങ്ങിയത് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ നമ്മുടെ ബാബിൽ ദുനിയവിയായ വിഷയങ്ങളിൽ മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അതായത് മുസ്ലിം അല്ല എങ്കിലും അവരോട് ദുനിയവിയായ വിഷയത്തിൽ നന്മ ചെയ്യൽ ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ്. മറ്റൊരു ഹദീസ്, ഇതേ ബാബിലുള്ള മറ്റൊരു ഹദീസ്, അൻ അസ്മാ ബിൻത് അബീ ബക്കർ ഖാലത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മകളായ അസ്മാ ബിവി ചോദിച്ചു, പറയുകയാണ്, അതത്നി ഉമ്മി റാഗിബതൻ ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്മാ ബിവി പറയാണ്, അസ്മാ ബിയുടെ ഉമ്മ മുസ്ലിം ആയിട്ടില്ല. പക്ഷെ പ്രായാധിക്യത്തിൽ മകളുടെ അടുത്തേക്ക്, ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മകളോടുള്ള ഇഷ്ടം കൊണ്ട് മകളുടെ അടുത്തേക്ക് വരികയാണ്. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫഅസിലുഹാ. അപ്പോ മുശ്രിക്കാണ് ഉമ്മ മുശ്രിക്കാണ്, വയസ്സായിട്ടുണ്ട്. മകളുടെ അടുത്തേക്ക് മകളുടെ ഒപ്പം നിൽക്കാൻ, മകളിൽ നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ ലഭിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അസ്മാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫഅസിലുഹാ, ഞാൻ ആ ഉമ്മാനോട് കുടുംബബന്ധം ചേർക്കണോ? സ്വഹാബികളുടെ അവസ്ഥ നോക്കി. ഏതൊരു കാര്യത്തിനും ദീനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത് എന്നതനുസരിച്ചിട്ടാണ് അവർ തീരുമാനിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ഉമ്മയാണ്, അവർ മുശ്രിക്കാണെങ്കിൽ എൻ്റെ ഉമ്മയാണ്, അതുകൊണ്ട് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് ചെയ്യാം എന്ന് വൈകാരികമായ ഒരു തീരുമാനമല്ല സ്വഹാബികൾ എടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഇതിന് ബന്ധം ചേർത്തോളൂ. قال ابن عيينة رحمه الله فأنزل الله عز وجل فيها. ഈ ഒരു സംഭവത്തിലാണ് ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ഒരു സംഭവത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ ആയത്ത്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ഒരാളോട്
നന്മ ചെയ്യുന്നത് നിങ്ങളോട് അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, വിരോധിച്ചിട്ടില്ല എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മുശ്രിക്കായിട്ടുള്ള മാതാപിതാക്കൾ അവരോട് ബന്ധം ചേർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയിട്ടുണ്ട്. അവർ ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മകളുടെ അടുത്തേക്ക് വന്നത്. പ്രായാധിക്യത്തിൽ മകൾ ഒപ്പം വേണം, മകൾ ഒപ്പം ആവശ്യമാണ് എന്നതുകൊണ്ടാണ് വന്നത്. ഇസ്ലാമിനോട് അവർക്ക് താല്പര്യമില്ല. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പുണ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണെങ്കിലും, മുശ്രിക്കായിട്ടുള്ളവരാണെങ്കിലും, ഉമ്മയും ഉപ്പയും മുശ്രിക്കാണെങ്കിലും, ഏറ്റവും വലിയ പാപം എന്താണ്? ശിർക്കാണ്. ഏറ്റവും വലിയ പാപവും അക്രമം എന്താണ്? ശിർക്കാണ്. അത് ചെയ്യുന്നവരാണെങ്കിലും ദുനിയവിയായ വിഷയത്തിൽ അവരോട് നന്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട് ഖത്താബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫീഹി അന്ന റഹിമൽ കാഫിറത തൂസലു മിനൽ മാൽ വനഹ്വിഹി. കാഫിറത്തായ കുടുംബബന്ധമുള്ള ആളുകളോട് ബന്ധം ചേർക്കുന്നത് സമ്പത്തും അതുപോലുള്ള കാര്യങ്ങൾ നൽകിയിട്ടാണ്. കമാ തൂസലുൽ മുസ്ലിമത്ത്, മുസ്ലിമത്താണെങ്കിൽ മുസ്ലിമാണെങ്കിൽ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ. വയുസ്തംബതു മിൻഹു വുജൂബു ويستنبط منه وجوب نفقة الأب الكافر والأم الكافرة وإن كان الولد مسلما. ഈ ഹദീസിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഒരു മുസ്ലിമായ മകന്റെ മേലെ നിർബന്ധമാണ് കാഫിറായ ഉമ്മാക്കും ഉപ്പാക്കും ചെലവിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് ഈ ഹദീസിന് തെളിവ് ലഭിക്കുന്നതായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നമ്മൾ മനസ്സിലാക്കണം, ഇതാരാണ് ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായിട്ടുള്ള സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിട്ടുള്ള അസ്മാ ബീവിയാണ് ചോദിക്കുന്നത്. അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള ഒരു വനിതയാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് ആ ബന്ധം ചേർക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അടുത്ത ഹദീസ് ഈ ബാബിൽ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅ ഉമർ റളിയല്ലാഹു അൻഹു ഹുല്ലതൻ സിറാഅ തുബാ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു യമനിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പട്ടുകൊണ്ടുള്ള ഒരു ഹുല്ലത്തി, ഹുല്ലത്തി എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രവും താഴ്വസ്ത്രവുമായിട്ടുള്ള ഒരു വസ്ത്രം കാണുകയുണ്ടായി, വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്തഅ ഹാദിഹി ഫൽബസ്ഹാ യൗമൽ ജുമുഅത്തി വഇദാ ജാഅകൽ വുഫൂദ്. നബിയെ, ഇത് നിങ്ങൾ വാങ്ങിക്കോളി, എന്നിട്ട് അത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഇടാം, യൗമുൽ ജുമുഅയിൽ ഇടാം. അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും നിവേദന സംഘങ്ങൾ വരുന്ന സമയത്ത്, ആളുകൾ വരുന്ന സമയത്ത്, അതിഥികൾ വരുന്ന സമയത്ത് എല്ലാം ഈ വസ്ത്രം ഇടാമെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇന്നമാ യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു. ഇത് ദുനിയാവിൽ ധരിക്കുന്ന ആളിന് സ്വർഗ്ഗത്തിലൊന്നുമില്ല പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫൗതിയ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ ബിഹുലലിൻ. അതുപോലൊരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ കൊണ്ടുവന്ന് കൊടുത്തു. അതേപോലെ പട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ കൊണ്ടുവന്ന് കൊടുത്തു. ഫഅർസല ഇലാ ഉമറ ബിഹുല്ലത്തിൻ. അപ്പോൾ കുറച്ച് വസ്ത്രങ്ങളുണ്ട്, അതിനൊരു വസ്ത്രം എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ അൽബസുഹാ വഖദ് ഖുൽത ഫീഹാ മാ ഖുൽത. റസൂലേ, ഞാൻ അതെങ്ങനെ ധരിക്കുക? നിങ്ങൾ പറഞ്ഞല്ലോ ഇത് ദുനിയാവിൽ ധരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഞാനിത് എങ്ങനെ ധരിക്കുക ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം യുഅതികഹാ ലിതൽബിസഹാ. ഞാനത് നിനക്ക് ധരിക്കാൻ വേണ്ടി തന്നതല്ല, നീ അത് ധരിക്കാൻ വേണ്ടി തന്നതല്ല. വലാകിൻ തബീഉഹാ ഔ തക്സൂഹാ. നീ എന്നെങ്കിൽ അത് വിറ്റിട്ട് പണമാക്കിക്കോ, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും, അഥവാ മുസ്ലിം അല്ലാത്ത ആർക്കെങ്കിലും ഇടാൻ വേണ്ടി കൊടുത്തോളൂ. ഫഅർസല ബിഹാ ഉമർ ഇലാ അഖിൻ ലഹു മിൻ അഹ്ലി മക്ക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ ആ വസ്ത്രം എടുത്തിട്ട് മക്കയിൽ താമസിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹോദരന് കൊടുത്തയച്ചു, മുസ്ലിം അല്ലാത്ത ഒരു സഹോദരന് കൊടുത്തയച്ചു. ഖബല അൻ യുസ്ലിമ. ആ സഹോദരൻ മുസ്ലിം ആകുന്നതിന് മുമ്പ്. ആ സഹോദരൻ അന്ന് മുസ്ലിം അല്ലാത്ത തന്റെ സഹോദരന് കൊടുത്തയച്ചു. ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, പട്ടുവസ്ത്രങ്ങൾ, പട്ടുകൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് ഹറാമാണ്.
അത് വേറെയും ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില രോഗങ്ങൾക്ക് ചികിത്സയാർത്ഥം, ശരീരത്തിൽ ചൊറി പോലെയുള്ള ചില രോഗങ്ങൾക്ക് ചികിത്സയാർത്ഥം പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ പട്ടുവസ്ത്രം ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ ആരെങ്കിലും അതിഥികളോ മറ്റാളുകളോ വരുന്ന ദിവസത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, നല്ലൊരു വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താ? വെള്ളിയാഴ്ചയിലും ബാക്കിയുള്ള ആളുകൾ വരുമ്പോൾ ഈ വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പിന്നെ ഈ വെള്ളിയാഴ്ചയിലും അതുപോലെ ആരെങ്കിലും അതിഥികളോ മറ്റോ സംഘങ്ങളോ എന്തെങ്കിലും അതുപോലെയുള്ള സന്ദർഭങ്ങളെല്ലാം നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ നമുക്ക് ഹറാമായിട്ടുള്ള വസ്ത്രങ്ങൾ, നമുക്ക് പിന്നെ ഇടാൻ ഹറാമായിട്ടുള്ള തരത്തിലുള്ള വസ്ത്രങ്ങൾ, അത് വേറെ ആർക്കെങ്കിലും ഹിബയായിട്ട് നൽകുകയോ വെറുതെ നൽകുകയോ അതല്ലെങ്കിൽ അത് വിറ്റ് പണമാക്കുകയോ ചെയ്യുന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അതായത് പട്ടുവസ്ത്രം അവിടെ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തത് എന്തിനാ? അത് വേണമെങ്കിൽ നീ വിറ്റിട്ട് പണമാക്കിക്കോ, അതല്ല എങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തോ, അഥവാ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൊടുത്തോ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഫീ ഹദീസി ഉമർ ഫീ ഹാദിൽ ഹുല്ല, ഈ വസ്ത്രത്തിന്റെ വിഷയത്തിലുള്ള ഈ ഹദീസിൽ ദലീലുൻ ലിതഹ്രീമിൽ ഹരീരി അലൽ റിജാലി വഇബാഹത്തി ഹദിയതിഹി വഇബാഹത്തി സമനിഹി. എന്ത് ദലീലുണ്ട്? പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ധരിക്കൽ ഹറാമാണ് എന്നുള്ളതിനും എന്നാൽ അത് വിറ്റ് കിട്ടുന്ന പണവും അത് മറ്റാർക്കെങ്കിലും നൽകുക എന്നുള്ളത് അനുവദനീയമാണ് എന്നും നമുക്ക് ഈ ഹദീസിൽ ലഭിക്കുന്നു. വജവാസി ഇഹ്ദാഇൽ മുസ്ലിം ഇലൽ മുശ്രികി തൗബൻ വഗൈറഹു, ഒരു മുസ്ലിമിന് മുശ്രിക്കിന് വസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു ഹദിയയായി കൊടുക്കുന്നത് അനുവദനീയമാണ് എന്നും ലഭിക്കുന്നു. വഇസ്തിഹ്ബാബു ലിബാസി അൻഫസ തിയാബിഹി യൗമൽ ജുംഅ വൽ ഈദ് വഇൻദ ലിഖാഇൽ വുഫൂദി വനഹ്വിഹിം. നേരത്തെ പറഞ്ഞത് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം, ഈദിന്റെ ദിവസം, അതുപോലെ എല്ലാ സംഘങ്ങളും കാണുന്ന ദിവസത്തിലെല്ലാം നല്ല വില കൂടിയ അല്ലെങ്കിൽ മുന്തിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. വില കൂടിയാൻ ഉദ്ദേശിച്ചത് നല്ല വസ്ത്രങ്ങൾ എന്താണെന്നോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു. വഫീഹി, അതുപോലെ തന്നെ വഫീഹി സിലത്തുൽ അഖാരിബി വൽ മആരിഫി വഇൻ കാനു കുഫാറൻ വജവാസുൽ ബൈഅ വശിറാ ഇൻദ ബാബിൽ മസ്ജിദ്. അതായത് എന്ത് ലഭിക്കുന്നു? ഈ ഹദീസിൽ നിന്ന് കുഫാർ കാഫിർ ആണെങ്കിലും ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക അത് അനുവദനീയമാണ് എന്നും ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോ ഒരു സഹോദരനായ പിന്നെ അമുസ്ലിമായ ഒരു സഹോദരന് ഉമർ റളിയല്ലാഹു അൻഹു ഈ വസ്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ വസ്ത്രം ഹദിയയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ ബാബ് എന്താണ്? മാതാപിതാക്കളോടാണ്. സഹോദരനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളോട് അതിലും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മുശ്രിക്കായ ഉമ്മാനോടും ഉപ്പാനോടും പുണ്യം ചെയ്യുക എന്നുള്ളത്. അടുത്ത ബാബു ലാ യസുബ്ബു വാലിദൈഹി, മാതാപിതാക്കളെ ചീത്ത പറയാൻ പാടില്ല. മാതാപിതാക്കളെ ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ പാടില്ല. عن عبد الله بن عمرو قال النبي صلى الله عليه وسلم, عبد الله بن عمرو رضي الله عنه ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനൽ കബായിർ, വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്, അൻ യശ്തിമ റജുലു വാലിദൈഹി, ഒരു വ്യക്തി അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത്, മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത്. ഫഖാലു, അപ്പോ സഹാബികൾ ചോദിച്ചു, സഹാബികൾക്ക് അത്ഭുതമായിരുന്നു, സ്വന്തം ഉപ്പാനോടും ഒരാൾ ചീത്ത വിളിക്കുന്നത് അത്ഭുതമായിരുന്നു. കൈഫ യശ്തിമു, എങ്ങനെയാണ് ഒരാൾ ഉമ്മാനും ഉപ്പാനും ചീത്ത പറയാൻ പറ്റുക? എങ്ങനെ ഉമ്മാനും ഉപ്പാനും ചീത്ത അറിയാം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യശ്തിമു റജുല ഫയശ്തിമു അബാഹു വ ഉമ്മഹു, എങ്ങനെയാണ്? ഇവൻ വേറൊരാളുടെ ഉമ്മാനെയും ഉപ്പാനെയും ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം. ഒരാൾ വേറൊരാളുടെ ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത പറയാണ്. അങ്ങനെ അവൻ തിരിച്ച് ഇവന്റെ ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത പറയുന്നു എന്നത് അവൻ എന്തിന് കാരണമായി? അവന്റെ ഉപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയാൻ കാരണം എന്താ ഉണ്ടായത്? ഇവൻ അങ്ങോട്ട് പറഞ്ഞതാണ്. അത് സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും പറയുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത പറയുക എന്നുള്ളത് സഹാബികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
ഇന്ന് നമ്മുടെ നാട്ടിൽ പല മക്കളും സ്വന്തം ഉമ്മാനും ഉപ്പായും ഏറ്റവും മോശമായിട്ടുള്ള, നമ്മുടെ നാട്ടുകൾ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് പറയുന്ന മക്കളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർ അനുഭവത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, ഒരു മകൻ ഉമ്മാനും ഉപ്പാനെയൊക്കെ ചീത്ത പറയോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, അപ്പൊ എങ്ങനെയാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് വേറൊരാളുടെ ഉമ്മാനെയും ഉപ്പാനെയും പറഞ്ഞ് അവൻ തിരിച്ചു പറഞ്ഞാൽ അത് സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും പറഞ്ഞതുപോലെയാണ്. ദീനിൽ അറിയപ്പെട്ട ഒരു ഖായിദയുണ്ട്, സദ്ദു ദറാഇ എന്ന് പറയും. അഥവാ ഒരു അപകടത്തിലേക്ക്, ഒരു തിന്മയിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനെയും തടയും. അതായത് ഈ മറ്റൊരാളെ ചീത്ത പറയാതിരിക്കുക എന്നുള്ളത് സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത പറയുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ തടയുന്നു. മറ്റൊരായത്ത് ഇതേപോലെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 108-ാമത്തെ ആയത്തിൽ പറയാണ്, ലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന ആരാധ്യന്മാരെ നിങ്ങൾ ചീത്ത പറയരുത്. അപ്പൊ അല്ലാഹുവിന് പുറമെ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ ആരാധ്യന്മാരെ അവർ കേൾക്കെ ചീത്ത പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്താ കാരണം? അവര് തിരിച്ചെന്ത് ചെയ്യും? ഒരു അറിവില്ലാതെ അള്ളാനെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ അങ്ങോട്ട് പറയാൻ പാടില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് മറ്റൊരാളുടെ ഉമ്മാനെയും ഉപ്പാനെയും പറയുക എന്നുള്ളത്, അവൻ തിരിച്ച് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും പറഞ്ഞതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് വൻപാപത്തിലാണ് എണ്ണീട്ടുള്ളത്, ഗൗരവമുള്ള തിന്മയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. മറ്റൊരു ഹദീസ്, عن عبد الله بن عمرو بن العاص رضي الله عنه قال من الكبائر عند الله تعالى أن يستسب الرجل لوالده. നേരത്തെ പറഞ്ഞ അതേ അർത്ഥത്തിൽ വരുന്നതാണ്. വൻപാപത്തിൽപ്പെട്ടതാണ് സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കാൻ ഒരാൾ കാരണമാകുക എന്നുള്ളത്. നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത വിളിക്കാൻ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കാരണമാകുന്നു എന്നത് തന്നെ വൻപാപത്തിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ നിസ്സാരമായി കണ്ടൊരു കാര്യമായിരിക്കും. അല്ലാഹു തആല പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ നിസ്സാരമായി കണ്ടൊരു കാര്യമായിരിക്കും, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ ഗൗരവമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരാളുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരു തരത്തിലും ആക്ഷേപിക്കാനോ ചീത്ത പറയാനോ പാടില്ല, ഒരു തരത്തിലും. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാനും പാടില്ല, ഒരു കാരണം നമ്മളാകാൻ പാടില്ല. അടുത്ത ബാബ് ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ അതിനുള്ള ശിക്ഷ, അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. عن أبي بكرة عن النبي صلى الله عليه وسلم قال. അബൂ ബക്ര റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജല ലിസാഹിബിഹി അൽഉഖൂബതു മഅ മാ യുദ്ഖറു ലഹു മിനൽ ബഗി വഖതിഅത്തിർ റഹീം. ഒരു തിന്മയുമില്ല പെട്ടെന്ന് അത് ചെയ്ത ആൾക്ക് ഉടനെ തന്നെ അവൻ ഒരുക്കി വെച്ചുള്ള ശിക്ഷ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഒരു തിന്മയുമില്ല. മിനൽ ബഗി വഖതിഅത്തിർ റഹീം. ബഗി എന്ന് പറഞ്ഞാൽ അതിക്രമം, അത് ഒരാളുടെ മേലെ അന്യായമായി അക്രമം ചെയ്യുക. രണ്ടാമത്തേത് കുടുംബ ബന്ധം വിച്ഛേദിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരാളിൽ സംഭവിച്ചാൽ അതിനുള്ള ശിക്ഷ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ ലഭിക്കുന്ന കാര്യത്തിൽപ്പെട്ട കാര്യമാണ് ഒരാളോട് അതിക്രമം കാണിക്കുക, ഒരാളെ അനാവശ്യമായി ഉപദ്രവിക്കുക. അത് വാക്കുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകാം ഒരാളുടെ മേലെ അതിക്രമം കാണിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിക്കുക. ഏറ്റവും വലിയ ബന്ധം എന്താണ്? മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ മറ്റുള്ള ബന്ധങ്ങൾ അത് വിച്ഛേദിക്കുക എന്നുള്ളത്, അതിന് പ്രശ്നമുണ്ടാക്കുക, അത് മുറിക്കുക എന്നുള്ളത് അവൻ ഉടനെ തന്നെ അതിന്റെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസ ശൈഉൻ ഉതി അല്ലാഹു ഫീ അഅജല തവാബൻ മിൻ സിലത്തിർ റഹീം. കുടുംബ ബന്ധത്തിനേക്കാൾ പെട്ടെന്ന് പ്രതിഫലം ലഭിക്കുന്ന വേറൊരു കർമ്മമില്ല. കുടുംബബന്ധം ചേർക്കുന്ന ഒരാൾക്ക്
ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതായത് പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് അതിക്രമം ചെയ്യലും കുടുംബബന്ധം മുറിക്കലും. അപ്പോ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ ആരാണ്? മാതാപിതാക്കളാണ്. അവരോട് ബന്ധം ചേർത്താൽ അതിനുള്ള പ്രതിഫലം ഉടനെ തന്നെ ലഭിക്കും, ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ലഭിക്കും. അവരോട് ബന്ധം മുറിച്ചോ അതിനുള്ള ശിക്ഷയും എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇത് കേവലം ബന്ധം മുറിക്കുന്ന കാര്യം പറഞ്ഞത്. മാതാപിതാക്കളെ ഉപദ്രവിച്ച ആളുകളുടെ അവസ്ഥയോ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ അവസ്ഥയോ, അവരെ വേദനിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥയോ, അതിനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബു ദഅവത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പ്രാർത്ഥന. മാതാപിതാക്കളുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഹദീസ്. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم النبي صلى الله عليه وسلم പറഞ്ഞു ثلاث دعوات مستجابات لهن, 3 പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം ചെയ്യപ്പെടും. ലാ ശക്ക ഫീഹിൻ, അതിലൊരു സംശയമില്ല. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾ അവരുടെ മക്കളുടെ മേലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനയും പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്ന ദുആകളാണ്. ഒന്നാമത്തേത് ദുൽമ ചെയ്യപ്പെട്ടവൻ, അതായത് തനിക്ക് ലഭിക്കേണ്ട അവകാശം, തന്റെ അർഹമായിട്ടുള്ള അവകാശം, അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുന്ന, അത് ഉപദ്രവം ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ അവന് ലഭിക്കേണ്ടത് എടുത്തിട്ടാകാം, അവന് സമ്പത്ത് അപഹരിച്ചിട്ടാകാം, അവനെ വേദനിപ്പിച്ചിട്ടാകാം, ആക്ഷേപിച്ചിട്ടാകാം, ഏത് തരത്തിലാകാം. നമ്മൾ ഒരാളെ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മദ്ലൂം പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു തആല സ്വീകരിക്കും. ഉലമാക്കൾ പറഞ്ഞു, അവൻ കാഫിർ ആണെങ്കിൽ പോലും, കാഫിറായിട്ടുള്ള മുശ്രിക്കായിട്ടുള്ള ഒരു മദ്ലൂമായ ഒരാള്, ഉപദ്രവിച്ച മുസ്ലിമാണെന്ന് വിചാരിക്കുക, ആക്രമിക്കപ്പെട്ടവൻ കാഫിറാണെന്ന് വിചാരിക്കുക, അവൻ പ്രാർത്ഥിച്ചാൽ പോലും അല്ലാഹു തആല ഉത്തരം ചെയ്യും. അത് കാഫിറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. എന്തോടുള്ള ഇഷ്ടമാണ്? അവൻ ദുൽമ ചെയ്യപ്പെട്ടവനാണ് എന്നതുകൊണ്ട്. ദുൽമ അല്ലാഹു തആല എന്ത് ചെയ്യില്ല? അല്ലാഹു ഇഷ്ടപ്പെടില്ല. അല്ലാഹു ഹറാമാക്കിയുള്ള കാര്യമാണ് ദുൽമ. കാഫിറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ദുൽമ ഹറാമാക്കിയത് കൊണ്ട്, ദുൽമിനോടുള്ള ആ ദേഷ്യം കൊണ്ട് കാഫിറിന്റെ പ്രാർത്ഥന വരെ അല്ലാഹു സ്വീകരിക്കും. നമ്മളെ കൊണ്ട് ഒരാൾ വേദനിക്കുന്ന ഒരാളോട് നമ്മളിൽ നിന്ന് ദുൽമുണ്ടാകുന്നത് അത്രയും ഭയപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരനാണ്. യാത്രയുടെ ക്ഷീണവും അതുപോലെ ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഒരാൾ, ആ അവസ്ഥയിലുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. മൂന്നാമത് പറഞ്ഞു വദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, ഒരു മക്കൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം. 2, നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലതല്ലാത്ത ഒന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ചീത്ത പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം ചെയ്യും. മക്കൾക്ക് വേണ്ടി ചീത്തത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം ചെയ്യും. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അതാണ് അടുത്ത ഹദീസിൽ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന, ദോഷമായി പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന അപകടമാണ് പറയുന്നത്. അടുത്ത ഹദീസ് ഈ ബാബിൽ عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാ തകല്ലമ മൗലൂദുൻ മിനൻ നാസ് ഫി മഹ്ദിൻ ഇല്ലാ ഈസ ഇബ്നു മറിയം വസാഹിബു ജുറൈജ്, തൊട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിൽ, അഥവാ സംസാരിക്കാൻ ഒരു കുട്ടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളായിട്ട് സംസാരിച്ചവർ 2 ആളുകളാണ്, ഈസാ നബി അലൈഹിസ്സലാമും അതുപോലെ സാഹിബ് ജുറൈജുമാണ് എന്ന് പറഞ്ഞു. ജുറൈജിന്റെ കഥയിലുള്ള ചരിത്രത്തിലുള്ള കുട്ടിയുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ നബി അല്ലാഹ് വമാ സാഹിബ് ജുറൈജ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിലൂടെ കേട്ടിട്ടുണ്ട്, ആരാണ് സാഹിബ് ജുറൈജ്, അത് ആരാണ് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ജുറൈജൻ കാന റജുലൻ റാഹിബൻ ഫീ സൂബിഅത്തിൻ ലഹു, ജുറൈജ് എന്നത് ഒരു സാഹിദായിട്ടുള്ള, ദുനിയാവിനോട് വിരക്തി കാണിച്ചിട്ടുള്ള ആബിദായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ചെറിയൊരു കുടിലുണ്ട്, ഇബാദത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കുടിൽ പോലത്തെ, അവിടെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്.
അവിടെ പശുക്കളെ മേയ്ക്കുന്ന വേറൊരാള് ഈ കൂടാരത്തിന്റെ ജുറൈജിന്റെ കൂടാരത്തിന്റെ കുറച്ച് താഴ്ഭാഗത്തായിക്കൊണ്ട് പശുക്കളെ മേയ്ക്കുന്ന ഒരാളുമുണ്ട്. ആ നാട്ടിലുള്ള ഒരു പെണ്ണ് ഈ പശുവിനെ മേയ്ക്കുന്ന ആളുമായിട്ട് ഒരു അവിഹിതമായിട്ടുള്ള ബന്ധവുമുണ്ട്. ഒരിക്കൽ ജുറൈജിന്റെ ഉമ്മ ജുറൈജിന്റെ ഈ ഇബാദത്ത് ചെയ്യുന്ന കൂടാരത്തിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ ജുറൈജ് വഹുവ യുസല്ലി, ജുറൈജ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ മുഴുക നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചു, യാ ജുറൈജ്, ജുറൈജെ, മോനെ വിളിച്ചു. ഫഖാല ഫീ നഫ്സിഹി, അപ്പൊ ഉമ്മ വിളിക്കുന്നത് ജുറൈജ് കേട്ടു. ജുറൈജ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, വഹുവ യുസല്ലി, നിസ്കരിക്കുന്ന സമയത്ത്, ഉമ്മി വസലാത്തി, ഞാൻ നിസ്കാരം ഒഴിവാക്കണോ അതോ നിസ്കാരം തുടരണോ? നിസ്കാരം ഒഴിവാക്കി ഉമ്മാന്റെ വിളി കേൾക്കണോ, നിസ്കാരം തുടരണോ? മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ജുറൈജ് വിചാരിച്ചു നിസ്കരിക്കാം, ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ട നിസ്കരിക്കാം. ഉമ്മ ഒന്നുകൂടി ഉറക്കെ ശബ്ദത്തിൽ രണ്ടാമത് വിളിച്ചു. ജുറൈജ് മനസ്സിൽ ഇങ്ങനെ തോന്നി, ഉമ്മി വസലാത്തി, ഉമ്മാന്റെ വിളി കേൾക്കണോ, നിസ്കാരം തുടരണം. നിസ്കാരം തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒന്നുകൂടി ഉറക്കം വിളിച്ചു ഉമ്മ, ഒന്നുകൂടി ശബ്ദത്തിൽ വിളിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കണോ ഉമ്മാന്റെ വിളിയാക്കണോ? അദ്ദേഹം വീണ്ടും നിസ്കാരം തുടർന്നു. മൂന്ന് തവണ വിളിച്ചിട്ടും മകൻ ഉത്തരം ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, ഒരു വ്യഭിചാരിയായ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാതെ നിനക്ക് മരണം ഉണ്ടാവില്ല ജുറൈജെ, അള്ളാഹു നിന്നെ മരിപ്പിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറഞ്ഞു. എന്നിട്ട് ഉമ്മ തിരിച്ചുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഈ ആടിനെ പശുക്കളെ മേക്കുന്ന ആളുമായിട്ട് ബന്ധം വെച്ചിട്ടുള്ള ഈ പെണ്ണ് അവൾ പ്രസവിച്ചു. അപ്പോ പ്രസവിച്ചപ്പോ വിവാഹം കഴിയാത്ത ഒരു പെണ്ണ് പ്രസവിച്ച് വന്നപ്പോൾ ആ നാട്ടിന്റെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. വിചാരിച്ചിട്ടുണ്ടായതാണ് എന്താ ആ കാര്യം. ആ പെണ്ണിനോട് ചോദിച്ചു, ആരാണ് ഈ കുട്ടിയുടെ പിതാവ്, ആരാണ്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ജുറൈജ് ആണെന്ന് പറഞ്ഞു. പറഞ്ഞു, ആ കൂടാരത്തിൽ ഇരുന്ന് ഇബാദത്തിൽ മുഴുകുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞു, അതെ. രാജാവ് കൽപ്പിച്ചു, അവന്റെ ആ ഇബാദത്ത് ചെയ്യുന്ന കൂടാരം പൊളിച്ചിട്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് ആളുകൾ ചെന്നിട്ട് അത് ആ കൂടാരത്തെ തകർത്ത് തരിപ്പണമാക്കി. ആ ജുറൈജിന്റെ കൈകൾ പിരണിയിൽ കയറുകൾ കൊണ്ട് കെട്ടി. എന്നിട്ട് അവൻ നടത്തിച്ചു, ജുറൈജിനെ കൊണ്ട് നടത്തിച്ചു രാജാവ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ വ്യഭിചാരിയായ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, അവരെ മുന്നിലൂടെ കൊണ്ടുപോയി. അങ്ങനെ അവരെ കണ്ടപ്പോ, വ്യഭിചാരിയായ പെണ്ണുങ്ങളുടെ കണ്ടപ്പോ, അവരുടെ മുഖം കണ്ടപ്പോ ജുറൈജ് എന്ത് ചെയ്തു? ചിരിച്ചു. അവരെ നോക്കിയിട്ടല്ല, അല്ലാതെ ചിരിച്ചു. ആ പെണ്ണുങ്ങള് ഈ ജനങ്ങൾക്കിടയിൽ ഈ ജുറൈജിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മലിക്കിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് വന്നു. രാജാവ് ചോദിച്ചു, നമ്മൾ എന്താണ് വാദിക്കുന്നതെന്ന് അറിയോ? ഈ പെണ്ണെന്താണ് പറയുന്നത് അറിയോ? ജുറൈജ് ചോദിച്ചു, എന്താണ് അവൾ പറയുന്നത്? അവള് പറഞ്ഞു, അവളുടെ കുട്ടി നിന്നിൽ നിന്നുള്ളതാണ്, നീയാണ് അതിന്റെ പിതാവ് എന്ന് പറഞ്ഞു. അപ്പോ ജുറൈജ് ആ പെണ്ണിനോട് ചോദിച്ചു, നീ അങ്ങനെ വാദിക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ ഉപ്പ ഞാനാണെന്ന് പറയുന്നുണ്ടോ? അവള് പറഞ്ഞു, അതെ. അപ്പൊ ജുറൈജ് ചോദിച്ചു, എവിടെയാണ് ആ കുട്ടിയെ ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അവൾ ആ കുട്ടി അവളുടെ ഹുജറയിലുണ്ട്, അവളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ജുറൈജ് ചോദിച്ചു, മൻ അബൂക്ക്, നിന്റെ ഉപ്പ ആരാണ്? നിന്റെ ഉപ്പ ആരാണ് ചോദിച്ചു. സഹീഹ് ബുഖാരി റിവായത്തിൽ ജുറൈജ് ഒന്ന് വുദു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, ആ പശുവിനെ മേയ്ക്കുന്ന അയാളാണ് എന്റെ ഉപ്പ എന്ന് പറഞ്ഞു. അപ്പോ അത്ഭുതമാണ്. അപ്പൊ രാജാവിന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ വലായത്ത്, അള്ളാഹുവിന്റെ അടുക്കുള്ള സ്ഥാനം മനസ്സിലായി, കറാമറ്റാണ് ഉണ്ടായത്. രാജാവ് ചോദിച്ചു, ഞങ്ങൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കി തരട്ടെ കൂടാരം ചോദിച്ചു. അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട. വെള്ളി കൊണ്ട് ഉണ്ടാക്കി തരട്ടെ ചോദിച്ചു. ജുറൈജ് പറഞ്ഞു, വേണ്ട.
ഖാല ഫമാ നജ്അലുഹാ, ഞങ്ങൾ എന്താ പിന്നെ ആക്കേണ്ടത്? ഖാല റുദ്ദൂഹാ കമാ കാനത്, അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലത്തിലാക്കി തന്നാൽ മതി പറഞ്ഞു. ഖാല, അപ്പോൾ രാജാവ് ചോദിച്ചു, ഫമല്ലദീ തബസ്സംത, നിങ്ങൾ എന്താണ് ഈ ആളുകളുടെ മുമ്പിൽ അത്രയും നിന്ദ്യനായി കൈ പെരടിയിൽ കെട്ടി കൊണ്ടുവരുന്ന ആ സമയത്ത് നിങ്ങൾ ചിരിച്ചത് എന്തിനാണ് ചോദിച്ചു. ഖാല അംറൻ അറഫ്തുഹു, എനിക്കറിയുന്നൊരു കാര്യമുണ്ട്, അദ്റകത്നി ദഅവതു ഉമ്മി, എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥന സംഭവിച്ചാണ് അത്. എന്നിട്ട് കാര്യം അവരെ അറിയിച്ചു. ചിന്തിച്ചാൽ ധാരാളം പാഠങ്ങളുള്ള ഒരു കാര്യമാണത്, ഒരു സംഭവമാണത്. ഇതിൽ നമ്മുടെ ബാബു നമ്മൾ ആദ്യം പറയാം. എന്താണ്? ഉമ്മ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാതിരുന്നപ്പോൾ ആ ഉമ്മ മകനെതിരെ ദുആ ചെയ്യാൻ, ആ ദുആ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ ഉമ്മാന്റെ പ്രാർത്ഥന, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്കെതിരായിട്ടാണെങ്കിൽ ആ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടും. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുൽമാണെങ്കിൽ സ്വീകരിക്കപ്പെടില്ല, അഥവാ യാതൊരു ന്യായവും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ സ്വീകരിക്കപ്പെടില്ല. ഇവിടെ ജുറൈജിന്റെ അടുക്കൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടില്ല, ആ വിഷമത്തിലാണ് പറഞ്ഞത്. അതായത് ഒരു മകൻ നല്ല ആളാണ്, പക്ഷെ ഒരു ഉമ്മ വെറുതെ മകനെതിരെ പ്രാർത്ഥിച്ചാൽ ദുൽമ് ഒരിക്കലും അല്ലാഹുവിൽ നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അബദ്ധം നമ്മൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമ്മുടെ ഉമ്മയും ഉപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരം ചെയ്യപ്പെടുമെന്നുള്ളത്. മറ്റു ചില ഫായിദകൾ ഈ സംഭവത്തിൽ നിന്നുള്ളത്, ഒന്ന്, ജുറൈജ് ഒരു റാഹിബായിരുന്നു, ആബിദായിരുന്നു, ആലിമല്ല, അറിവുള്ള ആളല്ല. ആലിമായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഐച്ഛികമായ നിസ്കാരത്തെക്കാൾ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യുമായിരുന്നു. അതായത് ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രതിഫലം കൂടുതൽ ലഭിക്കുക, ഒരു കാര്യം എപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിയ്യത്തുകൾ കൊണ്ട് എങ്ങനെയാണ് കുറഞ്ഞ കർമ്മത്തിൽ കൂടുതൽ പ്രതിഫലം നേടുക എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? ആലിമുകൾക്കേ അറിയുള്ളൂ. ആബിദുകൾ കുറെ ഇബാദത്ത് ചെയ്യുമെന്നല്ലാതെ അവർക്ക് പ്രതിഫലം നേടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അറിവ് കുറവായിരിക്കും. ഈ ജുറൈജ് ആലിമായിരുന്നെങ്കിൽ ഉമ്മാക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന അറിവ് ജുറൈജിന് ഉണ്ടാകുമായിരുന്നു. ഇൽമിന്റെ ഫضല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, നമ്മുടെ മാതാവിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് ഈ ഹദീസിൽ നിന്ന് തന്നെ ഉലമാക്കൾ മസ്അല എടുത്തിട്ടുണ്ട്. ഐച്ഛികമായ നഫ്ലായ നിസ്കാരത്തിനിടയ്ക്ക് ഉമ്മ വിളിക്കുകയാണെങ്കിൽ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യണം. നിർബന്ധ നിസ്കാരത്തിലല്ല, ഐച്ഛികമായ നിസ്കാരത്തിനിടയ്ക്ക് ഉമ്മ വിളിക്കുകയാണെങ്കിൽ ഉമ്മാക്ക് ഉത്തരം ചെയ്യണം. ഇനി അല്ല, ഉമ്മാക്ക് ഉത്തരം ചെയ്യേണ്ട അത്ര അത്യാവശ്യമില്ല, നിസ്കരിക്കുന്നത് അറിയാതെയാണ് ഉമ്മ വിളിക്കുന്നത് വിചാരിക്കുക. മകൻ നിസ്കരിക്കുകയാണെന്ന് ഉമ്മ അറിയുന്നില്ല, അപ്പൊ റൂമിനകത്ത് മകൻ നിസ്കരിക്കുകയാണ്, ഉമ്മാക്ക് അറിയില്ല മകൻ നിസ്കരിക്കുകയാണ്. അപ്പൊ ഉമ്മാനെ ഞാൻ നിസ്കരിക്കാന്ന് അറിയിക്കുന്ന തരത്തിൽ ഒന്ന് ഈ തക്ബീർ ഉറക്കെ പറയുകയോ പാരായണം ഉറക്കെ പാരായണം ചെയ്യുകയോ ചെയ്തിട്ട് നിസ്കരിക്കാമെന്ന് അറിയിക്കെങ്കിലും വേണം. അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൽ മനസ്സിലാകുന്ന, ഇതിൽ നിന്ന് ഫായിദയായി ലഭിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഉമ്മ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പ്രാർത്ഥിച്ചില്ല? മകനെ നശിപ്പിക്കണമെന്നോ ആ തരത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. അതായത് ഒരു ഉമ്മയും ഉപ്പയും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് സൂക്ഷിക്കണം. ഈ ഉമ്മ എന്ത് ചെയ്തിട്ടില്ല? നീ നശിച്ചു പോകട്ടെ, നിനക്ക് നാശം സംഭവിക്കട്ടെ, നീ മരിക്കട്ടെ, ആ രീതിയിലൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. തന്റെ ഈ വിഷമം മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു നിന്ദ്യമായ അവസ്ഥ വരുത്തട്ടെ എന്നുള്ള നിലക്കാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കണ്ട് നമ്മൾ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സംഭവത്തിൽ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിനോട് സിദ്ഖുള്ള ഒരാളാണെങ്കിൽ എന്തൊരു പരീക്ഷണം വന്നാലും അതിൽ നിന്നൊരു തുറവി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹുവിനോട് സിദ്ഖുള്ള ആളാണ് ജുറൈജിന് ഒരു അബദ്ധം അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചൊരു അബദ്ധമാണ്. പക്ഷെ അള്ളാഹു തആല വലിയൊരു കറാമത്തിലൂടെ അദ്ദേഹത്തിന് ആവശ്യമായ സമയത്ത് ഒരു കറാമത്തിലൂടെ, അപ്പൊ അദ്ദേഹം ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ ഉള്ളത്? കുട്ടി പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ വല്ല അറിവുണ്ടോ? ഇല്ല. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ആ കുട്ടിയോട് ചോദിക്കുന്നത്, നിന്റെ ഉപ്പ ആരാണ്? അവിടെ
ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ച ആളുകൾക്ക് അവരുടെ ആവശ്യമുള്ള സമയത്ത് അള്ളാഹു തആല കറാമത്തുകൾ അവരിലൂടെ നടപ്പിലാക്കും. കറാമത്തുകൾ ഉള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള സിദ്ഖുള്ള ആളുകൾ അവരെ അള്ളാഹു ഏതൊരു പരീക്ഷണത്തിലും കൈവിടുകയില്ല. എന്തെങ്കിലും ഒരു ഞെരുക്കം അവർക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊരു തുറവി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ധാരാളം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ജുറൈജിന്റെ. അപ്പൊ പല ആളുകൾക്കും അന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന, അവർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന, നമുക്കെതിരായി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ അവരിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും നല്ല രീതിയിലാണ് ദുആ ചെയ്യുന്നത്. ഓരോ ഉമ്മയും, ഇത് കേൾക്കുന്ന ഓരോ ഉമ്മയും ഉപ്പയും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകളിൽ മക്കൾക്ക് പ്രത്യേകം ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഒരു ഭാഗം നമ്മുടെ ദുആകളിൽ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്കിടയിൽ വളരുന്ന നമ്മുടെ മക്കളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനും അതുപോലെ തന്നെ അവർക്ക് എല്ലാ രീതിയിലുമുള്ള നന്മകൾ ഉണ്ടാകാനും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ഒരു സമയം കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മാന്റെയും ഉപ്പാന്റെയും പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ബാബ് നസ്രാനിയായ ഒരു ഉമ്മാനോട് ഇസ്ലാം പറയുന്നത്, അല്ലെങ്കിൽ പൊതുവായ കാഫിറായ ഒരു ഉമ്മാനോട് ഇസ്ലാം അറിയിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. عن أبي هريرة رضي الله عنه قال في باب الحديث أبو هريرة رضي الله عنه ذكره ما سمع بي أحد يهودي ولا نصراني إلا أحبني. എന്നെ പറ്റി കേൾക്കുന്ന ഒരു ജൂതനോ നസ്രാനിയോ ഇല്ല എന്നെ ഇഷ്ടപ്പെടാതെ. ഇന്ന ഉമ്മി കുൻതു ഉരീദുഹാ അലൽ ഇസ്ലാമി ഫതഅബ. എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ഉമ്മ അതിന് തയ്യാറായില്ല. ഫഖുൽതു ലഹാ, ഞാൻ അവരോട് പറഞ്ഞു. ഫഅബത്, അവർ അംഗീകരിച്ചില്ല. فأتيت النبي صلى الله عليه وسلم فقلت ادعو الله لها. അങ്ങനെ ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഫദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. فأتيتها وقد أجافت عليها الباب. അങ്ങനെ ഞാൻ അവരുടെ അടുക്കൽ എത്തുന്ന സമയത്ത് കതക് അടച്ചിട്ടിരിക്കുകയാണ്. فقالت يا أبا هريرة. അങ്ങനെ അകത്ത് നിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ ഇന്നി അസ്ലംതു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. فأخبرت النبي صلى الله عليه وسلم. അങ്ങനെ ഞാൻ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി അറിയിച്ചു. فقلت ادعوا الله لي ولأمي. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. فقال النبي صلى الله عليه وسلم ദുആ ചെയ്തു, اللهم عبدك أبو هريرة وأمه أحبهما إلى الناس. അല്ലാഹുവേ, അബൂ ഹുറൈറയെയും ഉമ്മയെയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരാക്കണമേ, അവരോട് രണ്ടുപേരോടും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക ഉണ്ടായി. അപ്പോൾ ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഉമ്മാനെ ഇസ്ലാമിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. അപ്പോൾ ഉമ്മാനോടുള്ള ബിർറ് ചെയ്യുന്നതിൽ, പുണ്യം ചെയ്യുന്നതിൽ, പ്രത്യേകിച്ചും കാഫിറായ ഉമ്മയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിർറ് എന്താണ്? ആ ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. ഇസ്ലാം ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കലാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്ര പറഞ്ഞിട്ടും ഉമ്മ അംഗീകരിക്കുന്നില്ല, ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അതിനെ എതിർത്ത് നിൽക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം റസൂലേ എന്ന് ആവശ്യപ്പെട്ടു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നു, ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വാലിഹായ വ്യക്തികളോട്, സ്വാലിഹ്യങ്ങളോട്, ജീവിച്ചിരിക്കുന്ന ദുആന് ഉത്തരം ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് അറിയുന്ന ആളുകൾ,
അവരോട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. തിരിച്ചു വീട്ടിലേക്ക് പോയപ്പോഴേക്ക് ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മാക്കും മകനും വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രണ്ടുപേരെ അല്ലാഹുവേ നീ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കണമേ എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇതിന്റെ ആദ്യത്തിൽ ഒരു ജൂതനോ നസ്രാനിയോ എന്നെ പറ്റി കേട്ടാൽ ഇഷ്ടപ്പെടാത്തതായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോടും അവിടുത്തെ ഉമ്മയോടും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയാറുള്ളത്, മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ളവർക്ക് അബൂ ഹുറൈറയോടും അബൂ ഹുറൈറയുടെ ഉമ്മയോടും ഇഷ്ടമുണ്ടാകും. എന്നാൽ ഇസ്ലാമിന്റെ അകത്ത് നിന്ന് ഇസ്ലാമിനെതിരായി നിൽക്കുന്ന ഏറ്റവും ഒരു വലിയ പിഴച്ച കക്ഷിയായിട്ടുള്ള ശീഈകൾ, അതിലെ റാഫിദകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം വെറുക്കുന്നവരാണ്. കാരണം അവരുടെ വിശ്വാസത്തെയും അവരുടെ ആദർശത്തെയും പൊളിച്ചു കളയുന്ന പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനാണ്, കള്ള ഹദീസ് ഉണ്ടാക്കുന്നവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് ഉണ്ടാക്കുന്നത് കാണാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജൂത നസാറാക്കൾ വരെ അബൂ ഹുറൈറയോട് ഇഷ്ടമുണ്ടാകുന്നു, എന്നിട്ടും ഷിയാക്കളുടെ അവസ്ഥ അത്രയും പരിതാപകരമായിട്ടുള്ള, ഇസ്ലാമിനോട് അത്രയും ഒരു ശത്രുതയുള്ള വിഭാഗമാണ് ഷിയകൾ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് നമ്മുടെ ഈ കിതാബുമായി ബന്ധപ്പെട്ട ഈ ബാവുമായി ബന്ധപ്പെട്ട പാഠം, ഉമ്മമാരോട് അഥവാ കാഫിറുകളാണ് ഉമ്മ എങ്കിൽ ഇസ്ലാമിനെ പറ്റി പറയലും ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും ചെയ്യണം എന്ന് മനസ്സിലാക്കാം. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബിർറ്. അടുത്ത ബാബു ബിർറിൽ വാലിദൈനി ബഅദ മൗതിഹിമ, മാതാപിതാക്കളുടെ മരണശേഷം അവരോട് പുണ്യം ചെയ്യുക എന്നത്. മാതാപിതാക്കളുടെ മരണശേഷം അവരോട് പുണ്യം ചെയ്യുക എന്നത് എന്താണ് ഈ ബാബിലെ ഹദീസുകൾ? عن أبي هريرة رضي الله عنه قال ترفع للميت بعد موته درجته. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മയ്യിത്തിനെ നാളെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് മയ്യിത്തിന്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടും. മയ്യിത്തിന്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടും. ഫയഖൂൽ, അങ്ങനെ ആ മരണപ്പെട്ട വ്യക്തി ചോദിക്കും, ഐ റബ്ബി, എൻ്റെ റബ്ബേ, അയ്യു ശൈഇൻ ഹാദിഹി, എന്തിന്റെ പേരിലാണ് ഞാൻ മരിച്ചതിന് ശേഷവും എൻ്റെ ഈ ദറജകൾ ഉയരുന്നത്? എൻ്റെ ഈ ദറജകൾ ഉയരാനുള്ള കാരണം എന്താണ്? ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, വലദുക ഇസ്തഗ്ഫറ ലക്, നിന്റെ മകൻ, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നിന്റെ ദറജ മരണത്തിന് ശേഷം ഉയർന്നിട്ടുള്ളത് എന്ന് ആ വ്യക്തിയെ അറിയിക്കും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുസ്ലിമുകളായിട്ടാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ അവരോട് നാം ചെയ്യേണ്ട കടമകളിൽപ്പെട്ട ഒന്നാണ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത്. അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. അത് ചെയ്യുന്നത് മുഖേന, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത് മുഖേന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും മരണത്തിന് ശേഷവും നാളെ ദറജകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും വേണം. അടുത്ത ഹദീസ് ഈ ബാബിൽ عن محمد بن سيرين قال كنا عند أبي هريرة ليلة فقال, മുഹമ്മദ് ബിൻ സിരീൻ എന്ന താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം രാത്രി ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഹുറൈറ വലി ഉമ്മി വലിമൻ ഇസ്തഗ്ഫറ ലഹുമാ, അല്ലാഹുവേ അബൂ ഹുറൈറക്കും എൻ്റെ ഉമ്മാക്കും, അഥവാ എനിക്കും എൻ്റെ ഉമ്മാക്കും, അതുപോലെ എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേ. എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത് ഈ താബിഈ കേൾക്കുകയുണ്ടായി. ഖാല മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫനഹ്നു നസ്തഗ്ഫിറു ലഹുമാ ഹത്താ നദ്ഖുല ഫീ ദഅവതി അബൂ ഹുറൈറ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു?
ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കും വേണ്ടി, അവർ രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി, അദ്ദേഹത്തിന് ഉമ്മാക്കും വേണ്ടി ഞങ്ങൾ ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങൾ എന്താണ്? ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. രണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ആ ദുആയിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കിയ താബിഈങ്ങളുടെ അതീവ താല്പര്യം മനസ്സിലാക്കണം. കാരണം എന്താണ്? ആ സഹാബിയുടെ ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ താബിഈങ്ങൾ അവർക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏതൊരു മുസ്ലിമിനും, ഏതൊരു മുസ്ലിമത്തിനും, ഏതൊരു മുഅ്മിനിനും, ഏതൊരു മുഅ്മിനത്തിനും നാം ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അതുപോലെ നമ്മുടെ പാപങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ദുആ ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകും. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്താലോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. മറ്റൊരു ഹദീസ് ഈ ബാബിൽ, മരണത്തിന് ശേഷം മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ബിർറാണ് ബാബിന്റെ വിഷയം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇദാ മാതൽ അബ്ദു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ തലാത്ത്. ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ 3 കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. മരണപ്പെട്ടതിന് ശേഷം അവന് 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഏതാണ് ആ 3 കാര്യങ്ങൾ? സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സ്വദഖ, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകരിക്കുന്ന അറിവ്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ സ്വാലിഹായ ഒരു മകൻ, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു മകൻ, അവനും അവന്റെ ആ ദുആവും അവർക്കുണ്ടാകും. അതായത് മരണം എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങളെ അവസാനിപ്പിക്കുന്ന കാര്യമാണ്. ദുനിയാവ് എന്നുള്ളത് നമുക്ക് കർമ്മം ചെയ്യാനുള്ള അവസരമാണ്, സമയമാണ്. ഇത് അവസാനിക്കുന്ന ഘട്ടമാണ് നമ്മുടെ മരണം. പിന്നെ നമുക്ക് എന്തില്ല? കർമ്മം ചെയ്യാനുള്ള അവസരമില്ല. പിന്നെന്താണ്? ഹിസാബാണ്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കുള്ളത് ഹിസാബ് മാത്രമാണ്. അമല് ചെയ്യാനുള്ള അവസരം നമുക്ക് ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മരണപ്പെട്ടാലും ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ, അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്നാമത്തേത് പറഞ്ഞത് എന്താ? സ്വദഖത്തിൻ ജാരിയത്തിൻ, സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സ്വദഖ, അഥവാ മരണശേഷവും ഉപകരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു കിണർ, അതിലെ വെള്ളം ആളുകൾക്ക് എല്ലാ കാലത്തും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു മസ്ജിദ്, അതിൽ എല്ലാ കാലത്തും ആളുകൾക്ക് നിസ്കരിക്കാൻ ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ തരത്തിലുള്ള നിലനിൽക്കുന്ന സ്വതക്കകൾ, ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വതക്കകളിൽ സ്വതക്കത്തുൻ ജാരിയ, അതിനു വേണ്ടി പ്രത്യേകം ഒരു നമ്മുടെ സ്വതക്കകളിൽ പ്രത്യേകം ഒരു വിഹിതം ജാരിയായ സ്വതക്കക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് പറഞ്ഞു ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഒരു ഇൽമ്, അറിവ്, അഥവാ നമ്മൾ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ്, അഥവാ ദീനിയായിട്ടുള്ള ഒരാളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിക്ക് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൽമ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ അത് ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് ജീവിതത്തിൽ ഒരു അമലായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നു. ആ രീതിയിൽ ഉപകരിക്കുന്ന അറിവുകൾ നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് അങ്ങനെ പ്രചരിച്ചു പോകും. അതനുസരിച്ച് അമല് ചെയ്യുന്നവന്, ആ അമല് ചെയ്യുന്ന ആളുകൾ എത്ര ചെയ്യുന്നുവോ ആ പ്രതിഫലം ആ പഠിപ്പിച്ചു കൊടുത്തവന് ലഭിക്കും. അങ്ങനെ ഉപകരിക്കുന്ന ഇൽമ് അവനുണ്ടാകും. മൂന്നാമത്തേതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്, അവ്വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഒരു മരണപ്പെട്ട വ്യക്തിക്ക് ഉപകരിക്കുന്ന മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം പറഞ്ഞത് സ്വാലിഹായ ഒരു മകൻ അവന് വേണ്ടി ദുആ ചെയ്യുന്നു എന്നുള്ളതാണ്.
ഈ ഒരു ആശയത്തെ വിശദീകരിക്കുന്ന വ്യക്തമാക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഔലാദകും മിൻ കസ്ബികും, നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ആ മക്കളുടെ പ്രാർത്ഥന നാളെ മരണത്തിന് ശേഷവും നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണം. എപ്പോൾ മുതൽ? നമ്മൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ആയിരിക്കണം മക്കൾ സ്വാലിഹീങ്ങളാവാൻ. അതുപോലെ മക്കളെ വളർത്തുന്നത് സ്വാലിഹീങ്ങളായ മക്കളാകാനുള്ള ആ ഒരു സാഹചര്യത്തിലും അവസരത്തിലുമായിരിക്കണം മക്കളെ നമ്മൾ വളർത്തേണ്ടത്. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ. മഅന അൽ ഹദീസ് അന്ന അമൽ അൽ മയ്യിത് യൻഖതിഉ ബിമൗതിഹി. ഈ ഹദീസിന്റെ ഉദ്ദേശം ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ മരണത്തോടുകൂടി മുറിഞ്ഞു പോകും. വയൻഖതിഉ തജദ്ദുദ് അസ്സവാബ് ലഹു ഇല്ലാ ഫി ഹാദിഹിൽ അശ്യാഇ സലാസ. ഈ മൂന്ന് കാര്യത്തിൽ മാത്രമാണ് അവന്റെ പ്രതിഫലം പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ലികൗനിഹി കാന സബബുഹ. അതിനുള്ളത് എന്താണ്? അതുകൊണ്ടാണ് കിട്ടുന്നത്. ആ മൂന്ന് കാര്യത്തിനും കാരണം അവനായതുകൊണ്ടാണ്. ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു നായയാണെങ്കിൽ പോലും, ഒരു മൃഗമാണെങ്കിൽ പോലും അതിനുള്ള പ്രതിഫലം കിട്ടും. മനുഷ്യർ കുടിച്ചാലോ? അതുപോലെ തന്നെ ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്ത് അതിൽ സുജൂദ് ചെയ്യുന്ന ഓരോ സുജൂദിനും, ഓരോ നിസ്കാരത്തിനും, അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഇൽമിന്, അവിടെയുള്ള ഓരോ നന്മകൾക്കും പ്രതിഫലം ലഭിക്കും. കാരണം അത് ഉണ്ടാകാനും ആ കിണറിനും എല്ലാം കാരണക്കാരൻ അവനാണായത്. അതുപോലെ തന്നെ അറിവ് പ്രചരിപ്പിക്കുമ്പോൾ ആ അറിവ് പറഞ്ഞു കൊടുക്കാൻ കാരണക്കാരൻ അവനാണായത്. മൂന്നാമത്തേത് മക്കളുടെ വിഷയത്തിലും ആ മക്കൾ ജനിക്കാനും വളരാനുമുള്ള കാരണക്കാരൻ അവനാണായത്. ഫൈനൽ വലദ മിൻ കസ്ബിഹി. കാരണം ആ മക്കൾ അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. വകദാലികൽ ഇൽമു അല്ലദീ ഖല്ലഫഹു മിൻ തഅലീമി ഔ തസ്നീഫിൻ. അല്ലെങ്കിൽ അവൻ പഠിപ്പിച്ചു കൊടുത്ത, എഴുതി വെച്ച അവന്റെ അറിവ്. വകദാലിക സദഖത്തുൽ ജാരിയത്ത് വഹിയൽ വഖഫ്. അതുപോലെ തന്നെ ജാരിയായ സദഖ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിലുമെല്ലാം വഖഫ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളായി വളർത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ബിർറിന്റെ ഭാഗമാണ്. ഈ ബാബിലെ അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما أن رجلا قال. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തി വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി തുവഫിയത് വലം തൂസി. എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എന്നാൽ ആ ഉമ്മാന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. അഥവാ സ്വതക്ക നൽകണം അല്ലെങ്കിൽ എന്തെങ്കിലും നൽകണമെന്ന് വസിയത്ത് ചെയ്തിട്ടില്ല. നമുക്കറിയാം സ്വഹാബികൾ രീതിയിൽ 1/3 വരെ അവർ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. മരണം ഉറപ്പായ സമയങ്ങളിൽ എൻ്റെ സമ്പത്തിന്റെ 1/3 വസിയത്തായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലോ അല്ലെങ്കിൽ വേറെ സാധുക്കൾക്കോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വസിയത്ത് ചെയ്യും. ബാക്കിയാണ് അനന്തരാവകാശം എടുക്കാൻ അവിടെ ഉണ്ടാവുക. അപ്പൊ ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വതക്ക കൊടുത്താൽ അത് ഉമ്മാക്ക് ഉപകാരം ഉണ്ടാവുമോ? ആ ഉമ്മാക്ക് ഉപകരിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഉപകരിക്കും എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മ മരണപ്പെട്ട് ഉമ്മ ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക നൽകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബികളുടെ അത്രത്തോളമുള്ള താല്പര്യം എത്ര വലുതാണ്, നന്മകളോടുള്ള താല്പര്യം, അതുപോലെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടാൻ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള താല്പര്യം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ സ്വഹാബിക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ സ്വതക്ക കൊടുക്കൽ ഒരു നന്മയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നാ സ്വഹാബിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. പക്ഷേ എന്തു ചെയ്തു? ആ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടു കൂടി ചെയ്യാനാണ് സഹാബികൾ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എന്തൊരു അപകടമാണ്! പല ആളുകൾക്കും, പല മുസ്ലിമീങ്ങൾക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതായാൽ മതി, ആളുകളുടെ മുമ്പിൽ നല്ലതായാൽ മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണോ പഠിപ്പിച്ചതാണോ ഒന്നും ശ്രദ്ധിക്കാതെ
അവർ നല്ലതാണെങ്കിൽ, ഇപ്പൊ ചില ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ ഖതം തീർത്ത്, ഇപ്പൊ ആരെങ്കിലും ഒരു വീട്ടിലെ ഒരു വല്യമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾ ഇത്ര ജ്യൂസ് ഞാൻ, 3 ജ്യൂസ് ഞാൻ, ബാക്കി 6 ജ്യൂസ് ഞാൻ, 5 ജ്യൂസ് ഞാൻ, അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും മക്കളും പേരമക്കളും ഒക്കെ ഒരു ഖതം തീർത്തു, അടുത്ത ഖതം തീർത്തു, അടുത്ത ഖതം തീർത്തു. ഇത് എവിടുന്ന് വന്നിട്ടുള്ള കാര്യമാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക, സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി ഉംറ ചെയ്യുക, അവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് ചെയ്തിരുന്ന സഹാബികൾ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തെളിവുകളുണ്ടോ പരിശോധിക്കാനുള്ള നമുക്കുള്ള പ്രേരണയാണ്. അപ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് അവരുടെ മരണശേഷം പുണ്യം ചെയ്യുന്നതിൽ പെട്ടതാണ് അവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടണം എന്ന നിയ്യത്തിൽ സ്വതക്ക നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ബാബ്, ബാബു ബിർരി മൻ കാന യസ്ലുഹു അബൂഹു. നമ്മുടെ ഉപ്പ ആരോടാണോ ബന്ധം ചേർത്തിരുന്നത് അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യത്തിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും, പ്രത്യേകിച്ച് ഉപ്പാക്കും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉപ്പാന്റെ മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും എല്ലാം ഉപ്പയുമായി ബന്ധം വെച്ചിരുന്ന ആളുകളോട് അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപ്പാക്കുമെല്ലാം പുണ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ عن ابن عمر رضي الله عنهما عن رسول الله صلى الله عليه وسلم قال إن أبر البر أن يصل الرجل أهل ود أبيه. പുണ്യം ചെയ്യുന്നതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യമാണ് ഉപ്പാന്റെ ഉറ്റമിത്രങ്ങൾ, ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയ ആളുകളോട് അവരോട് ബന്ധം ചേർക്കുക എന്നത്. പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണിത്. ഇപ്പൊ നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വാലിഹായ മുഅ്മിനായിട്ടുള്ള പിതാവ്, ഏതെങ്കിലും ഫാജിറായിട്ടുള്ള ആള് മറ്റുള്ള ഫാജിര്യങ്ങളോട് ബന്ധം വെച്ചതല്ല, സ്വാലിഹായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള നമ്മുടെ പിതാവ് ആരെയെങ്കിലുമായിട്ട് സ്നേഹബന്ധത്തിൽ, അഥവാ അവരുടെ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ചേർക്കുക എന്നുള്ളത് ആ പിതാവിനോട് ബന്ധം ചേർക്കുന്നതിന് തുല്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കുതിരയിലോ മറ്റോ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു അറാബിയെ കണ്ടു. നഗരവാസിയല്ല, മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറാബിയെ കണ്ടു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറാബിയോട് സലാം പറയുകയും, അദ്ദേഹം ഒരു കഴുതപ്പുറത്തായിരുന്നു, അദ്ദേഹം ആ കഴുതപ്പുറത്ത് ആ അറാബിയെ കയറ്റി ആ അറാബിയെ ആ കഴുതപ്പുറത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അത് മാത്രമല്ല, ആ അറാബിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇമാമ തലക്കിട്ട് തലപ്പാവ് ആ അറാബിയുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. തലപ്പാവ് ഒരു ബഹുമാനിക്കുന്നതിന്റെ അടയാളമായി വെച്ചു കൊടുത്തു. അപ്പൊ ഇതെല്ലാം കണ്ട താബിഈയായ ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഖുൽനാ ലഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ ചോദിച്ചു, അസ്ലഹകല്ലാഹ് ഇന്നഹും അൽഅറാബ്, അദ്ദേഹം ഒരു അറാബിയാണ്. അറാബി എന്ന് പറഞ്ഞാൽ വലിയ പരിജ്ഞാനമോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കാര്യം ആദരവ് നൽകേണ്ടതായിട്ട് കാണുന്ന ആളൊന്നുമല്ല. വൈന്നഹും യർദൂന ബിൽ യസീർ, വളരെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ചെറിയൊരു ബഹുമാനം കാണിച്ചാൽ അവർക്ക് വലിയ കാര്യമായിരിക്കും, അവർക്കത് വലിയ കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത്രത്തോളം സലാം പറഞ്ഞ് കഴുതപ്പുറത്ത് കയറ്റി തലപ്പാവ് വെച്ചു കൊടുത്ത് ഇത്രത്തോളം ആദരിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അബാ ഹാദാ കാന ബുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ്, പറയാണ് ഈ വ്യക്തിയുടെ, എത്രത്തോളം ശ്രദ്ധിക്കണം, ഈ അറാബിയുടെ ഉപ്പ എന്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അറാബിയല്ല, ഈ അറാബിന്റെ ഉപ്പയും എന്റെ ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹബന്ധം ഉണ്ടായിരുന്നതാണ്. വഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്, ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി, തന്റെ ഉപ്പാന്റെ സ്നേഹബന്ധമുള്ള ആളുകളുമായിട്ട് ബന്ധം ചേർക്കുക എന്നുള്ളത് ഉപ്പാക്ക് ചെയ്യുന്ന പുണ്യത്തിൽ പെട്ട കാര്യമാണ്. എത്ര ആളുകളുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നവർ?
നമ്മൾ വളരെ അശ്രദ്ധമായി പോകുന്ന മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉപ്പാന്റെ ഉറ്റമിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അതുപോലെയുള്ള ആളുകൾ, അവരുമായിട്ട് ഉപ്പാന്റെ മരണശേഷവും ബന്ധം ചേർക്കുക എന്നത്. ഇപ്പൊ പല ആളുകൾക്കും ഒരു ദുഃഖം ഉണ്ടാവും. ചില ആളുകൾ ഉപ്പാനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപ്പാക്ക് ഒരു പുണ്യം ചെയ്യാൻ സാധിച്ചില്ല, അവർക്ക് ഉപ്പാനെ ഒരു രീതിയിൽ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടാവും. പല കാരണങ്ങളാണ്. ചിലപ്പോൾ ജാഹിലിയത്ത് കാലത്തായിരിക്കും ഉപ്പ മരണപ്പെട്ടത്, അങ്ങനെ പല രീതിയിലുണ്ടാവും. അവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ ഉപ്പാന്റെ മിത്രങ്ങൾ, അവർ ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ, അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത്. അടുത്ത ബാബ്, ബാബു ലാ യുസമ്മി അർറജുലു അബാഹു വലാ യജ്ലിസു ഖബ്ലഹു. ഒരാൾ അയാളുടെ ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആ ഉപ്പാന്റെ മുന്നിലായി ഇരിക്കാൻ പാടില്ല. ഉപ്പ നിൽക്കുകയാണെങ്കിൽ ഉപ്പാന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ഒരു സദസ്സിൽ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഉപ്പയും കൂടിയിട്ട് ഒരു വീട്ടിലേക്ക് കയറി വിചാരിക്കാം. അപ്പോൾ അവിടെ കസേരയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പേ ഒരു മകൻ ഇരിക്കാൻ പാടില്ല. ഈ ബാബുമായി ബന്ധപ്പെട്ട ഹദീസ്, ഈ ബാബിൽ വരുന്ന ഒരു ഈ ബാബിന്റെ തുടർച്ച, വല യംഷി അമാമഹു, ഉപ്പാന്റെ മുന്നിൽ നടക്കാനും പാടില്ല. ഉപ്പയും നമ്മൾ നടക്കുകയാണ്, പക്ഷെ ഉപ്പാന്റെ മുന്നിൽ നമ്മൾ നടക്കാൻ പാടില്ല. ഏതാണ് ഈ ബാബിലെ ഹദീസ്? عن عروة أو غيره أن أبا هريرة أبصر رجلين. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് രണ്ട് ആളുകളെ കണ്ടു. فقال لأحدهما, അതിൽ ഒരാളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹാദാ മിൻക, ഇത് നിന്റെ ആരാണ് ചോദിച്ചു. രണ്ടാളുകൾ പോകുന്നുണ്ട്, അപ്പോൾ ഒരാളോട് ചോദിച്ചു, ഇത് നിന്റെ ആരാണ് ചോദിച്ചു. فقال أبي, അപ്പോൾ അയാൾ പറഞ്ഞു ഇതിന്റെ ഉപ്പയാണെന്ന് പറഞ്ഞു. ഉപ്പയും മകനാണ് പോണത്. ഫഖാല, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്, ലാ തുസമ്മിഹി ബിഇസ്മിഹി, നീ ആ ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല. വലാ തംശി അമാമഹു, നീ ആ ഉപ്പാന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. അതായത് രണ്ടുപേരും നടക്കും, ഉപ്പയും മകനും നടക്കുകയാണെങ്കിൽ ഉപ്പാനെ മുന്നിലായിക്കൊണ്ട് നടക്കാൻ പാടില്ല. വലാ തജ്ലിസ് ഖബ്ലഹു, ആ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പായി നീ ഇരിക്കാനും പാടില്ല. ഒരു ഉപ്പയോട്, അതുപോലെ തന്നെ ഉമ്മയോടും ഏറ്റവും അർഹ ഉമ്മയാണ്, പ്രത്യേകിച്ച് ഉപ്പയോടെല്ലാം നാം കാണിക്കേണ്ട അദബുകളിൽ ശ്രേഷ്ഠനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന പ്രധാന പാഠങ്ങളാണത്. ഒന്ന്, ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല. നല്ല വാക്കുകൾ കൊണ്ടാണ് ഉപ്പാനെ നമ്മൾ വിളിക്കേണ്ടത്. അത് മലയാളത്തിലാണെങ്കിൽ ഉപ്പ എന്നോ, അല്ലെങ്കിൽ അബുൻ എന്നോ, അറബിയിൽ അബു എന്നോ, അല്ലെങ്കിൽ അബി എന്നോ, അബത്തി എന്നോ, ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടാണ് ഉപ്പാനെ പറയേണ്ടത്. ഇന്ന് പല മുസ്ലിമീങ്ങളും കുഫാറുകളുടെ ശൈലി ഏറ്റെടുത്ത് അവർ അവരുടെ ഉപ്പാനെ, ഉപ്പമാരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വേറെ കാര്യം, മക്കളെ വിളിക്കുന്നത് ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ ഡാഡി, ആ രീതിയിൽ പല പേരുകൾ. ചിലർ ഉപ്പയും മകനും ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞ് മകൻ വാപ്പാനെ പേര് വിളിക്കുന്നത് കാണാം. അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ നാടുകളിൽ വളർന്നു തുടങ്ങുന്നുണ്ട്. മകൻ ഉപ്പാനെ പേരാണ് വിളിക്കുന്നുണ്ടാവുക. അത് ഇസ്ലാമിൽ അനുവദനീയമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പറഞ്ഞു, വലാ തംശി അമാമഹു, നീ ഉപ്പാന്റെ മുൻപിലായി നടക്കരുത്. അത് ഉപ്പാരോടും അധ്യാപകരോടും പ്രായമുള്ളവരോടും ഭരണാധികാരികളോടുമുള്ള പൊതുവായ മര്യാദയിൽപ്പെട്ടതാണ്. നമ്മളും നമ്മുടെ ഉപ്പയും ഒരുമിച്ച് നടക്കാൻ വിചാരിക്കുക. ഉപ്പയുടെ മുന്നിലായി നടക്കാൻ പാടില്ല, ഉപ്പയുടെ പിന്നിലാണ് നടക്കേണ്ടത്. ഇനി നടക്കാം ഏത് സമയത്ത്, എന്തെങ്കിലും മുൻപിൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇരുട്ടാണ്, അപ്പൊ മുന്നിൽ എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ ഉപ്പാക്ക് സംഭവിച്ചേക്കാം. അപ്പൊ അത് സംഭവിക്കാതെ നോക്കാൻ വേണ്ടി ആ രീതിയിൽ ഒരു സംരക്ഷണമായ നിലയ്ക്ക് ഉപ്പാന്റെ മുമ്പിലായി നടക്കാം. എന്തെങ്കിലും ഉണ്ടോ, തടസ്സമുണ്ടോ നോക്കാൻ വേണ്ടി മുന്നിലായി നടക്കാം, അതല്ലാതെ പിന്നിലായിട്ടാണ് നടക്കേണ്ടത്. അതുപോലെ വലാ തജ്ലിസ് ഖബ്ലഹു, ഉപ്പ ഇരിക്കുന്നതിന് മുമ്പ് ഒരു സദസ്സിൽ നമ്മൾ കയറി, അല്ലെങ്കിൽ വീട്ടിലാണ് നമ്മൾ ഉള്ളത്, ഇരിക്കരുത്. അതുപോലെ ഉപ്പമാർ വന്നാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അത് അവരോടുള്ള ബഹുമാനമാണ്, മാതാപിതാക്കളോട് കാണിക്കേണ്ട ബഹുമാനത്തിൽപ്പെട്ട കാര്യമാണ്. ഉപ്പമാർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളതെല്ലാം അത് അവരോട് കാണിക്കേണ്ട ബഹുമാനത്തിൽപ്പെട്ട കാര്യമാണ്. മക്കൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പാനോട് കാണിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. പല ആളുകളും മക്കളെ ഇത് ശീലിപ്പിക്കുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു കൊടുത്താലേ മക്കൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലാണ് അവർക്കത് പകർത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത ബാബു ഹൽ യുക്ന അബാഹു, പേര് വിളിക്കാൻ പാടില്ല എന്ന് വന്നു. കുഞ്ഞിത്ത് വിളിക്കാൻ പാടുമോ?
കുഞ്ഞിയത്ത് വിളിക്കാൻ പാടുമോ? എന്താണ് കുഞ്ഞിയത്ത് എന്ന് പറഞ്ഞാൽ? അറബികളിൽ പൊതുവെ ഒരാൾക്ക് 3 തരത്തിൽ പേരുകളുണ്ടാവും. ഒന്ന് ഇസ്മ്, അയാളുടെ ശരിക്കുള്ള പേരുണ്ടാവും. 2 ലഖബ്. ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുണ്ടാവും. ഒരാളെ സ്ഥാനപ്പേരുണ്ടാവും. ഇപ്പോ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്തായിട്ട് ഇബ്നു തൈമിയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അബുൽ അബ്ബാസ് ഒക്കെ അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പേര് അഹ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ ലഖബ് എന്താണ്? തഖിയുദ്ദീൻ എന്നാണ്. അപ്പോൾ ഒരു അറബിക്ക് 3 പേരുകൾ ഉണ്ടാവുന്നത് സാധാരണയാണ്. അപ്പോൾ കുഞ്ഞിയത്ത് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി അധികവും വിളിക്കുക മകന്റെയോ മകളുടെയോ പേരിനോട് ചേർത്ത്. ഇപ്പോൾ അബൂ സൈദിൻ, അബൂ ഹഫ്സ, അതുപോലെ തന്നെ ഉമ്മു അബ്ദില്ല, അങ്ങനെ ചേർത്തിട്ട്. അതല്ലെങ്കിൽ ബിൻത് അബീബക്കർ, ബിൻത് ഉമർ, മകളുടെ പേര് ചേർത്ത്. അല്ലെങ്കിൽ അഹുൻ, അമ്മുൻ, അമ്മത്തുൻ, ഉഖ്തുൻ, ഖാലുൻ, ഖാലത്തുൻ, ആ രീതിയിലൊക്കെ വിളിക്കാവുന്നതാണ്. ഇനി കുട്ടി തന്നെ മകൻ തന്നെ മകൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ അബൂ തുറാബ് എന്ന് വിളിച്ചിട്ടുണ്ട്. അത് മണ്ണിൽ കിടക്കുന്ന കണ്ടപ്പോൾ അബൂ തുറാബ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കുട്ടിയെ 7 മറ്റോ വയസ്സുള്ള ചെറിയ കുട്ടിയെ ഉമ്മു ഖാലിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിയത്തി എന്നുള്ളത് അറബികളുടെ ഒരു രീതിയാണ്. ഇസ്ലാമിൽ സഹാബികളെല്ലാം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് പിൻപറ്റാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചോദ്യം, ഉപ്പാനെ പേര് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, കുഞ്ഞിയത്ത് വിളിക്കാൻ പറ്റുമോ? ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാകിൻ അബൂ ഹഫ്സിൻ ഉമർ ഖദാ. എന്തോ ഒരു സംഭവം പറയുന്നതിന്റെ ഒരു ഭാഗത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷേ അബൂ ഹഫ്സിൻ ഉമർ റളിയല്ലാഹുവിന്റെ കുഞ്ഞിയത്തായിരുന്നു അബൂ ഹഫ്സ് ഉമർ ഖവ, അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഈ ഭാഗം കൊടുക്കാനുള്ള കാരണം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പാനെ പറയുന്നിടത്ത് എന്ത് പറഞ്ഞു? അബൂ ഹഫ്സിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പാനെ കുഞ്ഞിയത്ത് വിളിക്കുന്നത് തെറ്റല്ല, അത് അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ് ഇത് പറഞ്ഞത്. പേരാണ് വിളിക്കാൻ പാടില്ലാത്തത്, പക്ഷെ കുഞ്ഞിയത്ത് വിളിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബ് മാതാപിതാക്കളുടെ ബിർറുൽ വാലിദൈനുമായി ബന്ധപ്പെട്ട ബാബ് അവസാനിച്ചു. അടുത്തത് ബാബു വുജൂബി സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നത് നിർബന്ധമാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാബാണ് അടുത്തത്. ഈ ബാബിലെ ആദ്യത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال لما نزلت هذه الآية, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്തായിട്ടുള്ള വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ ബനി കഅബ് ഇബ്നു ലുഅയ് അൻഖിദു അൻഫുസകും മിനൻ നാർ, കഅബ് ഇബ്നു ലുഅയ്യിന്റെ സന്താനങ്ങളെ, ഖുറൈശ് കുടുംബത്തിലെ ഗോത്രങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളുക. യാ ബനി അബ്ദു മനാഫ് അൻഖിദു അൻഫുസകും മിനൻ നാർ, അബ്ദു മനാഫിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളുക. യാ ബനി ഹാഷിം അൻഖിദു അൻഫുസകും മിനൻ നാർ, ബനു ഹാഷിംകാരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തെ രക്ഷിച്ചു കൊള്ളുക. യാ ബനി അബ്ദുൽ മുത്തലിബ് അൻഖിദു അൻഫുസകും മിനൻ നാർ, അബ്ദുൽ മുത്തലിബിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തെ രക്ഷിച്ചു കൊള്ളുക. യാ ഫാത്തിമതു ബിൻത മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, അൻഖിദി നഫ്സക മിനൻ നാർ, നിന്റെ സ്വന്തത്തെ നീ നരകത്തെ രക്ഷിച്ചു കൊള്ളുക. ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ഷൈഅ, അല്ലാഹുവിൽ നിനക്ക് ഒരു സഹായവും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഗൈറ അന്ന ലകും റഹിമൻ സഉബുല്ലുഹു ബിബാലിഹ, ഞാനും നിങ്ങളും ഈ കുടുംബബന്ധമുണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. ഇത് എന്താണ് ഈ ബാബിൽ കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്നുള്ള ബാബിൽ കൊടുക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കുടുംബക്കാരെ താക്കീത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികളിൽ തന്റെ കുടുംബത്തിന്റെ വ്യത്യസ്ത ശാഖകളിലുള്ള ഗോത്രങ്ങളായിട്ടുള്ള ഓരോ കുടുംബത്തെയും, ബനു അബ്ദു മനാഫ്, ബനു അബ്ദുൽ മുത്തലിബ്, ബനു ഹാഷിം, അതുപോലെ തന്നെ ബനു കഅബ് ഇബ്നു ലുഅയ്, അങ്ങനെയുള്ള വ്യത്യസ്ത ഗോത്രങ്ങളെയും തന്റെ പ്രിയപ്പെട്ട മകളെയും വിളിച്ചുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയാണ്.
അപ്പോ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും വലിയ നന്മ എന്താണ്? മുമ്പേ പറഞ്ഞു, നമ്മൾ ബിർറ് ചെയ്യുന്നതിൽ, പുണ്യം ചെയ്യുന്നതിൽ, മാതാപിതാക്കൾക്കാവട്ടെ, കുടുംബ ബന്ധമുള്ളവർക്കാവട്ടെ, മക്കൾക്കാവട്ടെ, ആരോട് പുണ്യം ചെയ്യുന്നതിലും ഏറ്റവും വലിയ പുണ്യം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്, ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യലാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്, പറഞ്ഞു കൊടുക്കലാണ്, അതിലേക്ക് ക്ഷണിക്കലാണ്. നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യലും അതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, ഖുർആനിൽ വന്നിട്ടുള്ള കൽപ്പന, അത് പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ധൃതിയും സ്വന്തം കുടുംബക്കാരോട് എത്രത്തോളം ആ ഒരു നസീഹത്തോട് കൂടിയാണ് നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള നസീഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്ന പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, കുടുംബത്തിലുള്ളവർ അവർ ഖുറാഫാത്തിന്റെ ആളുകളാണ്, ഷിർക്കിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ പിഴച്ച ആളുകളാണ് എന്ന് പറഞ്ഞ് ആ ബന്ധങ്ങൾ പറ്റുവിച്ഛേദിക്കുന്ന ആളുകളെ കാണാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, റഹീം എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും വഴിയുള്ള ആ കുടുംബ ബന്ധം നമുക്കൊരിക്കലും ഇല്ലാതാക്കാൻ പറ്റൂല, അതവിടെ ഉണ്ടാവും. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ നാം അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നസീഹത്ത്, ബിർറ്, നന്മ എന്ന് പറഞ്ഞാൽ അവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ എങ്ങനെയാണോ സാധിക്കുക ആ മാർഗങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ കുടുംബം ചേർക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന അപ്പോൾ തന്നെ അമലാക്കുകയും ചെയ്തു. അടുത്ത ബാബു സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ. عن ابي ايوب الانصاري رضي الله عنه ان اعرابيا عرض للنبي صلى الله عليه وسلم في مصيره. ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യാത്രയിൽ വന്നു. فقال, എന്നിട്ട് പറഞ്ഞു, اخبرني ما يقربني من الجنه ويباعدني من النار. നബിയെ, നിങ്ങൾ എന്നെ അറിയിക്കണം, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം എന്താണെന്ന് അറിയിക്കണം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, നീ നിസ്കാരം നിർവഹിക്കുക. വതുഅതി സകാത്ത് കൊടുക്കുക. വതസിറു റഹിം, നീ കുടുംബബന്ധം ചേർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നമ്മെ അകറ്റുന്നതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറാബിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അറാബി ചോദിച്ച ചോദ്യം എന്താ? എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള കർമ്മങ്ങൾ, കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിൽ 3 കാര്യങ്ങളും ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതാണ്. ഒന്നാമത്തേത് എന്താണ്? തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. നമുക്കറിയാം, തൗഹീദ് ഇല്ലാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾക്കും എന്ത് സാധിക്കില്ല? സ്വർഗപ്രവേശനം ലഭിക്കില്ല. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും, എത്രയെല്ലാം നിസ്കാരമുണ്ടെങ്കിലും നോമ്പുണ്ടെങ്കിലും തൗഹീദില്ലേ അവന് സ്വർഗത്തിൽ പ്രവേശനമില്ല. തൗഹീദ് കൊണ്ട് മാത്രമാണ് സ്വർഗം നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ എന്ത് മനസ്സിലായി? തൗഹീദിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഖീമുസ്സലാ, ഇബാദത്തുകളിൽ നാളെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന, ഏറ്റവും നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള, ഒഴിവാക്കിയാൽ കാഫിറായി സ്വഹാബികൾ പരിഗണിച്ചിട്ടുള്ള ഇബാദത്താണ്, അമലാണ് നിസ്കാരം എന്നുള്ളത്. അത് നിർവഹിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ നിസ്കാരത്തിനോടൊപ്പം തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള തുഅതി സകാത്ത് നൽകാൻ പറഞ്ഞു. അതോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വതസിലു റഹിം, കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കണം. റഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ വഴി, നമ്മുടെ ഉപ്പ വഴി നമുക്കുണ്ടാകുന്ന ബന്ധം, അത് മേൽപോട്ട് എത്രയാണോ, മേൽപോട്ടും ശാഖകളുമായിട്ട് എത്രയാണോ പോകുന്നത്, അതെല്ലാം നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മുടെ കുടുംബ ബന്ധമാണ്. അത് ചേർക്കുക എന്നത് സ്വർഗപ്രവേശനത്തിന് നാളെ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അമലാണ്. ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അവർ കുഫാറുകളും തെമ്മാടികളുമായിട്ടുള്ള ആളുകളാണെങ്കിലോ? പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ കുടുംബക്കാർ അവർ ശിർക്കിന്റെ ആളുകളാണ്, ഖുറാഫാത്തിന്റെ ആളുകളാണ്, തെമ്മാടികളാണ്. എന്താണ്? ഇബ്നു അബീ ജംറ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയം? ഫൈൻ കാനു കുഫാറൻ വഫുജ്ജാറൻ, ഇനി ആ കുടുംബക്കാർ കാഫിറുകളും തെമ്മാടികളുമാണെങ്കിൽ, ഫമുഖാതിഅതുഹും ഫില്ലാഹി യസിലതുഹും,
ബിശർത്തി ബദ്ലിൽ ജുഹ്ദി ഫീ ബഅദിഹിം, അവരോടുമായിട്ട് ഒരു ബന്ധം ചേർക്കണം. എന്തില്? അവർക്ക് ഉപദേശിക്കാൻ, അവർക്ക് ഉപദേശം കൊടുക്കാൻ കഠിനമായി പരിശ്രമിക്കണം. ثم إعلامهم إذا أصروا أن ذلك بسبب تخلفهم عن الحق. അവർ എന്നിട്ടും അതിൽ നിന്ന് അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കണം അവർ ഹഖിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ولا يسقط مع ذلك صلتهم بالدعاء لهم بظاهر الغيب أن يعودوا إلى الطريق المثلى എന്ന് വിചാരിച്ച് അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കല്ല വേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ആളുകളോട് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കണം. അവരത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരതിൽ നിന്ന് അകറ്റപ്പെട്ടവരായി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തന്നെ ആ ബന്ധത്തെ അവർക്ക് വേണ്ടി അവരുടെ ഗൈബിൽ നമ്മുടെ ദുആകളിൽ അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് അവരെ നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം, ആ ദുആ തന്നെ അവരോടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ബന്ധമായി കൊണ്ടു നടക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ഈ കുടുംബക്കാരോട് ഏറ്റവും നല്ല സതുപദേശം നൽകുകയും നന്മയിലേക്കുള്ള ക്ഷണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഒരുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണത്. عن أبي هريرة حديث عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال خلق الله عز وجل الخلق. نبي صلى الله عليه وسلم പറയാണ്, അല്ലാഹു തആല സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു. فلما فرغ منه قامت الرحم. അങ്ങനെ സൃഷ്ടിപ്പ് കഴിഞ്ഞ സമയത്ത് കുടുംബബന്ധം എഴുന്നേറ്റ് വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹു റഹ്മത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ജീവിതം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേപോലെ ഒരു സൃഷ്ടിയാണ് കുടുംബബന്ധം എന്നുള്ളത്. അപ്പോൾ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നു. ഫഖാല മഹ്, എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു, ഖാലത്ത് ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖതീഅ. ആ കുടുംബബന്ധം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മുറിക്കുന്നതിനെ തൊട്ട് രക്ഷ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്. കുടുംബബന്ധം അള്ളാഹുവിനോട് പറയാണ്, എന്നെ വിച്ഛേദിക്കുന്ന, കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആ ഒരു കാര്യത്തെ തൊട്ട് രക്ഷ തേടാനാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് പറഞ്ഞു. ഖാല, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, റഹിമിനോട്, കുടുംബബന്ധത്തിനോട് ചോദിക്കും, അലാ തർദൈന അൻ അസില മൻ അലാ തർദൈന അൻ അസില മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി. കുടുംബബന്ധത്തിനോട് അല്ലാഹു ചോദിക്കുകയാണ്, നീ തൃപ്തിപ്പെടുമോ നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതും നിന്നെ മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കുന്നതും നിനക്ക് തൃപ്തിയാവുമോ? ഖാലത് ബല. കുടുംബബന്ധം പറഞ്ഞു, ബല യാ റബ്ബി, അതെ. ഖാല ഫദാലിക ലകി. അപ്പോൾ അല്ലാഹു പറഞ്ഞു, നിനക്ക് അതാണുള്ളത് പറഞ്ഞു. ثم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാണ്, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ പാരായണം ചെയ്തു കൊള്ളുക സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെ ആയത്ത്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധം വിച്ഛേദിക്കുകയുമാണോ എന്നുള്ള ആയത്ത് പാരായണം ചെയ്തു. ഇവിടെ എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹത്തായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും ഖാലിഖാണ്. മനുഷ്യരും ജിന്നുവർഗ്ഗങ്ങളും മലക്കുകളും അതുപോലെ ജന്തുജീവജാലങ്ങളും പക്ഷികളും മത്സ്യങ്ങളും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. അങ്ങനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ സമയവും ജനനവും മരണവും കാരുണ്യവും എല്ലാം സൃഷ്ടിച്ചു. അതിൽപ്പെട്ടൊരു സൃഷ്ടിയാണ് കുടുംബബന്ധം, റഹിം എന്നുള്ളത്. ആ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ റഹിം, കുടുംബബന്ധം എഴുന്നേറ്റ് എന്ന് അള്ളാഹുവിനോട് പറയാണ്, ഞാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ രക്ഷ തേടുന്നു എന്നെ മുറിക്കുന്നതിനെ തൊട്ട്, കുടുംബബന്ധത്തെ മുറിക്കുന്നതിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ അല്ലാഹു തആല തിരിച്ചു ചോദിച്ചത്, നിന്നെ ചേർക്കുന്നവരുമായിട്ട് ഞാൻ ബന്ധം ചേർക്കുകയും നിന്നെ മുറിക്കുന്നവരുമായിട്ട് ഞാൻ ബന്ധം മുറിക്കുകയും ചെയ്താൽ മതിയോ? അപ്പോൾ കുടുംബബന്ധം അത് തൃപ്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ കുടുംബബന്ധം ചേർക്കുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബമായിട്ടുള്ള ബന്ധം, നമ്മുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നാം വിച്ഛേദിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവാണ് നമ്മോട് ബന്ധം വിച്ഛേദിക്കുക, ന്യായമായ കാരണങ്ങളില്ല എങ്കിൽ. അഥവാ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദീനിന് അപകടം പറ്റുന്ന ഫിത്നകളില്ല എങ്കിൽ
ആ കുടുംബബന്ധം നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാ നന്മകൾ കൊണ്ടും ചേർക്കണം, മസ്ലഹത്തുകൾ പരിഗണിച്ച് ചേർക്കണം. പക്ഷേ അതില്ലാതെ, ഇതൊന്നും പരിഗണിക്കാതെ വെറുതെ ബന്ധം ചേർക്കാതെ ബന്ധങ്ങൾ നമ്മൾ തെറ്റിപ്പിരിഞ്ഞും പല രീതിയിലും മുറിച്ചു കളയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അടിമകളുമായിട്ട് ബന്ധം മുറിക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ആശയത്തിന് തെളിവായിട്ട് സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെ ആയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയും ചെയ്തു. ഭൂമിയിൽ നിങ്ങൾ ഈ ഈമാൻ കിട്ടിയതിന് ശേഷം, ഇസ്ലാം കിട്ടിയതിന് ശേഷം വീണ്ടും ജഹാലത്തിന്റെ പണിയായിട്ടുള്ള ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൽ പ്രത്യേകം പരിഗണിക്കണം. അത് അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇനിയും ധാരാളം ഹദീസുകൾ ഈ ബാബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കിതാബിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.